السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. നമ്മളെ നിസാർ സൈനി കൈപൊക്കിയിരുന്നു. എന്തെങ്കിലും പ്രത്യേകം പറയേണ്ട ആവശ്യമുള്ളോ ഉണ്ടെങ്കിൽ മൈക്ക് തരാ. അല്ല, ഒന്നാം സഫിൽ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് കൈപൊക്കിയതാണോ എന്നറിഞ്ഞില്ല. എന്തെങ്കിലും പ്രത്യേക വിവരങ്ങൾ ഉണർത്തേണ്ടതോ അറിയിക്കേണ്ടതോ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് എസ് അടിച്ചാല് മൈക്ക് തരാം. ശരിയല്ലേ? ചിലപ്പം ഒന്നാം സഫിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കൈപൊക്കിയതും ആവാം. ശരിയല്ലേ? ഉസ്താദന്മാർക്കല്ല ദർസ് നടത്തുന്നതെങ്കിലും പറയുമ്പോ വല്ല പേവോ അപാകതകളോ ഒക്കെ വന്നാൽ തിരുത്തിത്തരാൻ കഴിയും. അതൊരു ഖൈറാണ്. നമ്മളെ സലാം സുഹരി ഉസ്താദിനെ പോലത്തെ ആളുകള് ഞാൻ പോലെ കുട്ടികളായിട്ട് കാണുന്നത് വേറെ വിഷയമാണ്. അവരൊക്കെ നല്ല നല്ല ഇൽമുള്ള ഉസ്താദന്മാരാണ്. ആലൂരാജി ആളുകൾ ഇങ്ങനെ ആജി ആജി എന്ന് പറയുന്ന എഴുതിയിട്ട് കാര്യമില്ല. നല്ല ഒന്നാം നമ്പർ ഒരു പണ്ഡിതനാണ്. വലിയ വലിയ മഹാന്മാരുമായിട്ട് വലിയ ഉസ്താദന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരിൽ നിന്നിട്ടൊക്കെ ഇൽമു ശേഖരിക്കാൻ ഭാഗ്യം കിട്ടിയൊരു മനുഷ്യനാണ്. ആജി എന്ന് പറയല് നോക്കണ്ട. അത് പണ്ട് കുത്തുബി തങ്ങളെ ഉസ്താദാവുന്ന കുഞ്ഞഹമ്മദാജിനെ കുഞ്ഞഹമ്മദാജിനെ ഉച്ചീനെ മനസ്സിലായില്ലേ? കുഞ്ഞഹമ്മദാജി നമ്മളെ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്റെ ഉസ്താദായിരുന്ന കുത്തുബി തങ്ങളുടെ ഉസ്താദാണ്. പക്ഷെ അവരെ വിളിക്കുക കുഞ്ഞഹമ്മദാജീന. അപ്പൊ ആജി നിൽച്ചുകൊണ്ട് ഇൽമില്ല എന്നൊന്നും അതിനർത്ഥമില്ല. അങ്ങനെ വിവരമുള്ളവര് കൂട്ടത്തിലുണ്ടായാല് അങ്ങനെയുള്ളൂ. മാത്തോട്ടം ഉസ്താദന്മാരുമായിട്ട് നല്ല താല്ലുക്കുള്ള ആളാണ് അദ്ദേഹം. ഒരു ആലിമ, കിതാബോധി ആലിമ് എന്ന് പറയാൻ ഇല്ലെങ്കിൽ പോലും കിതാബോധി ആലിമീങ്ങളെക്കാട്ടിലും വലിയ ഇൽമുള്ള മനുഷ്യനായിരുന്നു മാത്തോട്ടം. മഹാനായ ഈ കെ ഹസൻ മുസ്ലിയാരുടെ എണപിരിയാത്ത ഒരു കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഹസൻ മുസ്ലിയാരുടെ ആ ഇഖ്ലാസും ആ സുന്നീയത്തിലുള്ള തീവ്രതയും ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കുക എന്ന് പറയുന്ന പ്രത്യേകതയും ഒക്കെ മഹാനായ ഈ കെ ഹസൻ മുസ്ലിയാരുടെ തനി കോപ്പിയായിരുന്നു മാത്തോട്ടം കോയക്ക. ഒരു ആലിമല്ലെങ്കിലും ആലിമീങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, ആലിമീങ്ങളെക്കാളും സൂക്ഷ്മ ജീവിതം നയിച്ചിരുന്ന ഒരു വലിയ മഹാനാണ്. ഏതായാലും നമ്മളൊക്കെ അവരുടെയൊക്കെ കാൽപ്പാട് പിന്തുടരാനും അവരൊക്കെ ചെയ്ത പോലെ ചെയ്യാൻ ഏതായാലും നമ്മളോട് കഴിയൂല. എന്നാലും അവരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്തു എന്ന് അങ്ങനെയുള്ള മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഉസ്താദന്മാര് ശ്രദ്ധിക്കേണ്ടത് വല്ല പിഴവോ അതല്ലെങ്കിൽ പോരായ്മകളോ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉണർത്തണം. കാരണം ഇതിപ്പോ അങ്ങനെ കുറെ കൊല്ലായിട്ട് ദർസുമായിട്ടൊന്നും ബന്ധമില്ലാതെ വെറുതെ ഇങ്ങനെ ഗൾഫുകാരനായിട്ട് കുത്തിരിക്കണതിന്റെ ഇടയിൽ ഉള്ളതുകൊണ്ട് ഒപ്പിക്കണ പരിപാടിയാണ്. അപ്പൊ പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണർത്തിത്തരല് കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മപ്പെടുത്തി കുറച്ചേറെ നമുക്ക് ഓതാ. ജമാഅത്തിന്റെ ബാബ ഇവിടെ എത്തിയിട്ടില്ല. ഷർത്തുകള് പറഞ്ഞു വരുന്നിടത്ത് ഉദ്റില്ലാതെ പൂർണ്ണമായ
2 ഫർള് കൊണ്ട് ഫീലിയായ ഫർള് കൊണ്ട് പിന്താതിരിക്കുക. ഉദുറുണ്ടെങ്കിൽ ദീർഘമായ 3 ഫർളുകളെക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താതിരിക്കുക എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിന്റെ 2ാമത്തെ ഭാഗം ഇന്നലെ തുടങ്ങി വെച്ചേ ഉള്ളൂ. അഥവാ ഉദുറുണ്ട് എങ്കിൽ ദീർഘമായ 3 ഫർള് വരെ പിന്താം, 3നേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താൻ പാടില്ല എന്നാ പറഞ്ഞു. അതിന് 2 ഉദാഹരണം പറഞ്ഞു ഉദുറുള്ളതിന്. ഒന്ന്, ഇമാമ് ഓത്ത് സ്പീഡിൽ ഓതുന്ന ആളാവുക, മൗമൂമിന് പ്രകൃതിപരമായി വേഗം ഓതാൻ കഴിയാത്ത ബതീഉൽ ഖിറാഅത്ത് ആവുക. അത് ഒരു ഉദ്റാണ്. 2ാമത്തേത്, ഇമാമ് വളരെ സ്പീഡിലുള്ള ചലനമാണ്, റുക്കൂക്കും എഴുതാൽക്കും സുജൂദുക്കും ഒക്കെയുള്ള ഈ പോക്ക് വരവുകൾ വളരെ ചടുലമായ നീക്കങ്ങളാണ്. അതേസമയത്ത് മൗമൂമാണെങ്കിലോ ബതീഉൽ ഹർക്കത്താണ്, ഇയാളോട് അങ്ങനെ കഴിയൂല, അങ്ങനെ പതുക്കെ പോകാനേ കഴിയുള്ളൂ. അങ്ങനെ ബതീഉൽ ഖിറാഅത്ത് ആവുക, ബതീഉൽ ഹർക്കത്താവുക. ഇത് 2ഉം ഉദ്റാണ്. ഇങ്ങനെ ഉദ്റ് കാരണം ഒരു മൗമൂമിന് ദീർഘമായ 3 ഫർള് വരെ ഇമാമിനെ വിട്ട് പിന്താൻ അനുവാദമുണ്ട്. 3നേക്കാൾ അധികരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ തുടർച്ചയാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വന്തിലാറു മൗമൂമിൻ, അതിലെ തുടക്കം തന്നെ പേവാങ്ങളത് മനസ്സിലായില്ലേ? ഇന്തിലാറാണ്, ഇന്തിലാമ് അല്ല. മീമ് ആ അടുപ്പ് കൊണ്ടുപോയിട്ട് ആ മീമിട്ടൊന്ന് ചൂടാക്കുക, എന്നിട്ട് ആ വളച്ച് കെട്ടി ആ കെട്ട് പിടിച്ച് നിർത്തിയിട്ട് തലം കെട്ട് തിരിച്ചു വെച്ചാൽ റായി. മനസ്സിലായില്ലേ? അതാണ് എളുപ്പമുള്ള പണി. അപ്പൊ ഇന്തിലാറ് ആണ്. ഇന്തിലാറ് മൗമൂമിൻ. 3ാമത്തെ മറ്റൊരു ഉദ്റാ പറയുന്നത്, മൗമൂമ് കാത്തിരുന്നു. എന്തിനെ കാത്തിരുന്നു? സക്തതഹു, ഇമാമിന്റെ അടക്കത്തെ. ഐ സക്തത്തൽ ഇമാമി, ഇമാമിന്റെ അടക്കത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ മൗമൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ ആവശ്യമായ അത്രയും സമയം ഒരു സക്ത കൊടുക്കൽ സുന്നത്തുണ്ട്. ആ സമയത്ത് അയാൾക്ക് ഓതാ, എങ്കിലും ജഹ്റാക്കുന്നോടത്ത് ജഹ്റാക്കാതെ സാധാരണ ഓതുന്ന സൂറത്ത് അല്ലാത്ത അത് നമ്മൾ പറഞ്ഞു ഒരു സക്ത സുന്നത്തുണ്ട്. അപ്പൊ ആ സക്തയുടെ സമയത്ത് ഫാത്തിഹ ഓതൽ മൗമൂമിന് സുന്നത്തുമാണ്. അങ്ങനെ ഈ മൗമൂമ് എന്ത് കരുതി? ഇമാം ഏതായാലും ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ മൗമൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട് ഒരു സക്ത തരുമല്ലോ, ആ സമയത്ത് ഓതാം എന്ന് കാത്തിരുന്നു. അതാ ഈ മൗമൂമ ഓതാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. ഫീഹ, ആ സക്തയുടെ സമയത്ത്. എന്തിനെ? അൽ ഫാത്തിഹത്ത, ഫാത്തിഹയെ. അങ്ങനെ ഫാത്തിഹയെ ഓതാൻ വേണ്ടിയിട്ട് ഇമാമിന്റെ സക്തയെ കാത്തിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഫറക, ഇമാം റുക്കൂ ചെയ്തു പോയി. അഖിബഹ, അദ്ദേഹത്തിന്റെ ഫാത്തിഹക്ക് ഉടനെ. ഫാത്തിഹന്റെ ശേഷം ഈ ഇമാമ് സക്ത കൊടുക്കുകയോ സൂറത്ത് ഓതുകയോ ചെയ്യാതെ പെട്ടെന്ന് റുക്കൂയിൽ അങ്ങ് പോയി. ഇവിടെ മൗമൂമ് ഉസ്റുള്ളവനാ. മൗമൂമിന് അവിടെ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്, കാരണം മസ്ബൂഖല്ലല്ലോ. മസ്ബൂഖാണെങ്കിൽ ഇമാമ് ചുമക്കും. ഇവിടെ മസ്ബൂഖല്ല, അപ്പൊ ഇമാമ് ചുമക്കൂല. എന്നാൽ കുറച്ച് സ്വാഭാവികമായും ഇമാമ് കുറച്ച് സ്പീഡുള്ള ആളും മൗമൂമ് കുറച്ച് സ്പീഡ് കുറഞ്ഞ ആളും കൂടി ആണെങ്കിൽ ഈ ഇമാമ് റുക്കൂയിൽ നിന്ന് ഉയരുന്നതിനു മുമ്പ് ഫാത്തിഹ ഓതി പൂർത്തിയാക്കി റുക്കൂയിൽ എത്തിപ്പെടാൻ മൗമൂമിന് പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. എന്നാലാണെങ്കിലോ ഇവൻ അവിടെ നിന്ന് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് താനും. അപ്പൊ അവിടെ എഴുതറുണ്ട്. ഇപ്പൊ ഇമാമിന്റെ സക്തയെ പ്രതീക്ഷിച്ചിരുന്നു.
ആ സക്തയിൽ ഓതാം എന്ന് കരുതി നിന്നതാണ്. പക്ഷേ ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സക്കത്തയോ സൂറത്തോ നൽകാതെ പെട്ടെന്ന് റുക്കുവിൽ പോയ സാഹചര്യത്തിൽ മൗമൂമിന് ഉദ്റുണ്ട്. അപ്പൊ വേണമെങ്കിൽ ദീർഘമായ 3 ഫർള് വരെ പിന്താൻ അയാൾക്ക് അനുവാദമുണ്ട്. ഇപ്പൊ 3 സ്ഥലമല്ലോ. ഇനി 4-മത്തെ മൗമൂമ് മറക്കുക. എന്ത് മറക്കുക? അൻഹ, ഈ ഫാത്തിഹയെ തൊട്ട് സഹുവറ്റി എന്ന് പറഞ്ഞാൽ ഓതുന്ന കാര്യം ഓർമ്മ വിട്ടുപോയി. വജ്ജത്ത് ഓതിക്കഴിഞ്ഞ് അങ്ങനെ നിന്നു. അല്ലാതെ ഇമാമിന്റെ സ്വക്കത്തിന്റെ സമയത്ത് ഓതാന്ന് കരുതി കാത്തുനിന്നൊന്നുമല്ല. ഫാത്തിഹ ഓതേണ്ട വിഷയം ഓർമ്മ വിട്ടു. ഇയാള് അന്തം വിട്ട് ഇങ്ങനെ നിന്നോട്ടിക്കൊള്ളി അറിയവരെ അങ്ങനെ ഉണ്ടാകുക. ഇയാളിങ്ങനെ അന്തം വിട്ട് നിന്നു. അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ കാണാൻ ഇമാം അല്ലാഹു അക്ബർ. അത് ആറ്റാറക്കാൽ ഇമാമു പറഞ്ഞു. ഇമാം റുക്കൂ പോകുന്നത് വരെ ഇയാള് ഫാത്തിഹ വിട്ട് സഹുവായിപ്പോയി. ഇയാളോട്ട് റുക്കൂ ചെയ്തിട്ടില്ല. ഇയാള് റുക്കൂ പോകുന്നതിന്റെ മുമ്പ് ഇമാം റുക്കൂ പോകുന്നത് വരെ ഫാത്തിഹ ഓതുന്ന കാര്യം ഓർമ്മയില്ലാതെ ഇയാൾക്ക് സഹു സംഭവിച്ചു പോയി. എന്നാൽ റുക്കുവിന്റെ ഓർമ്മ വന്നു. ഓർമ്മ വന്നാൽ അവിടെ നിന്ന് ഓതിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോ ഇമാം റുക്കുവിൽ നിന്ന് ഉയരുമ്പോഴേക്കോ അല്ലെങ്കിൽ ഇത്തിദാല് കഴിയുമ്പോഴേക്കോ ചിലപ്പോൾ ഫാത്തിഹ ഓതി കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അതെ, അവിടെ ഉൾതുള്ളതാണ്. അതുകൊണ്ട് 3 ദീർഘമായ ഫർള് വരെ പിന്താൻ ഇയാൾക്ക് അനുവാദമുണ്ട്. ആയല്ലോ. ഇപ്പോ 5 കാര്യങ്ങളായി. ഇനി മൗമൂമ് ഫാത്തിഹ ഓതിയോ എന്ന കാര്യത്തിൽ സംശയം നേരിട്ടു അയാൾക്ക്. എപ്പോഴാണ്? ഖബല റുക്കൂഇഹി. ഈ മൗമൂമാവുന്ന താൻ റുക്കൂയിലേക്ക് പോകുന്നതിന്റെ മുമ്പ്, എന്നാൽ ഇമാം റുക്കൂ പോവുകയും ചെയ്തു. അപ്പോഴാണ് ഇയാൾക്ക് സംശയം, ഞാൻ ഇപ്പൊ ഫാത്തിഹ ഓതിയോ ഇല്ലേ. ആദ്യം പറഞ്ഞോട് ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഉറപ്പ്, ഈ സഹു നിറഞ്ഞോടത്ത്. ഇവിടെ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം നേരിട്ടു. റുക്കൂ പോയിട്ടുമില്ല. എങ്കിൽ അവിടെ മൗമൂമിന് എഴുതറുണ്ട്. അപ്പൊ സംശയം ഉണ്ടായാൽ 2ാമത് ഓതണം. അപ്പൊ ഫാത്തിഹ ഓതി കഴിയുമ്പോഴേക്ക് ഇമാമിന്റെ കൂടെ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസം വരും. അവിടെ എഴുതറുണ്ട് 4 ഫർള് വരെ, അല്ല 3 ഫർള് വരെ പിന്താൻ അനുവാദമുണ്ട്. 4ാമത്തെ ഫർളിലേക്ക് ഇമാം പ്രവേശിക്കുന്നതിന് മുമ്പ് ഫാത്തിഹ പൂർത്തിയാക്കിയാൽ മതി. ഇവിടൊക്കെ മനസ്സിലാക്കണം, 3 ഫർള് വരെ പിന്താം എന്ന് പറഞ്ഞാൽ ഈ 3 ഫർള് പൂർത്തിയാവുന്നതിന് മുമ്പ് ഇമാമിന്റെ കൂടെ എത്തിക്കോളണം എന്നില്ല. മറിച്ച് ഫാത്തിഹ ഓതി റുക്കൂയിലെത്തിയാൽ മതി. അപ്പൊ ഇമാമ് 2ാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തി നൃത്തത്തിലെത്തുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ 2ാം റക്അത്താണെങ്കിൽ 2ാം സുജൂദിൽ നിന്ന് തല ഉയർത്തി അത്തഹിയാത്തിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് ഈ മഅ്മൂമ് ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂയിലെത്തിയാൽ മതി. അല്ലാതെ 3ാമത്തെ ഫർള് പൂർത്തിയാവുമ്പോഴേക്ക് ഇമാമുള്ള 3ാമത്തെ ഫർളിൽ എത്തിക്കൊള്ളണം എന്നില്ല. തുടർച്ചയായ ദീർഘമായ 3 ഫർളിനേക്കാൾ അധികരിച്ചതുകൊണ്ട് പിന്താൻ പാടില്ല എന്നാണ്. കാരണം എഴുതുള്ളതുകൊണ്ട് 3 വരെ പിന്താം, അതങ്ങനെ തുടർന്നും പോകാം. പക്ഷെ അടുത്ത റക്അത്തിലോ എന്ന് പറഞ്ഞാൽ ഇയാൾ ഫാത്തിഹ കഴിഞ്ഞു റുക്കൂഅ് ചെയ്തു. റുക്കൂഅ് ചെയ്തപ്പോൾക്ക് ഇമാമ് 2ാം സുജൂദ് ഉയർത്തി നോക്കിക്കോളി, തല ഉയർത്തി നോക്കിക്കോളി. എന്നാ ഇയാൾ ഇത്തിദാൽ ചെയ്തു, വേഗം 1ാം സുജൂദ് ചെയ്തു, ഇടയിൽ ഇരുത്തിരുന്നു, 2ാം സുജൂദ് ചെയ്തു, വേഗം തല ഉയർത്തി. നൃത്തത്തിൽ എത്തി നോക്കുമ്പോ ഇമാം അതാ കിടക്കുന്ന 2ാമത്തെ റക്അത്തില് എവിടെയുള്ളത്? റുക്കൂയിലുള്ളത്. എന്നാ പേടിച്ചെന്താ, വേറെ ഇയാളും റുക്കൂയിൽ പോയാൽ മതി. കാരണം അവിടെ ഇവൻ മസ്ബൂക്കാണ് കേട്ടോ. 1ാമത്തെ റക്അത്തില് ആള് മുവാഫിഖായിരുന്നു. ഉദ്റുള്ളത് കൊണ്ട് ദീർഘമായ 3 ഫർള് വരെ പിന്തിക്കൊണ്ട് ഫാത്തിഹ പൂർത്തിയാക്കി. അങ്ങനെ അയാളുടെ നിസ്കാരത്തിന്റെ ക്രമത്തിൽ അയാൾ മുന്നോട്ട് വന്നു. അടുത്ത റക്അത്തിൽ ഖിയാമിലെത്തിയപ്പോഴേക്ക് ഒരുപക്ഷെ ഇമാം റുക്കൂയിൽ പോയിട്ടുണ്ട്,
അല്ലെങ്കിൽ റുക്കുവിൽ പോവാൻ അടുത്തായിരിക്കുന്നു. രണ്ടായാലും ഇയാൾക്ക് മസ്ബൂക്കിന്റെ ഹുക്കുമാണ്. അപ്പോ ഇമാമിന്റെ കൂടെ കുറച്ച് ഓതാൻ സമയം കിട്ടിയാൽ ആ കുറച്ച് ഓതിയിട്ട് ഇമാമിന്റെ കൂടെ റുക്കുവിൽ പോയാൽ മതി. അല്ല തീരെ ഓതാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കുവിൽ കിട്ടിയാൽ മതി. ഓക്കെ. ഇനി അപ്പൊ ഇവിടെ 6 എതിറുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ചില എതിറുകളെ പറ്റിയിട്ട് തർക്കമുള്ളതുണ്ട്. അതിപ്പോ നമ്മളിവിടെ പറയണില്ല. അതായത് ഇമാം റംലി റഹ്മത്തുള്ളാഹി തങ്ങളും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള 4 എതിറുകളും കൂടിയുണ്ട്. ഈ 4ലും ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം അവിടെ എതിർ ഇല്ല എന്നതായതുകൊണ്ട് ഫത്വൽ മുഈനിൽ ആ 4 കാര്യങ്ങളും എണ്ണിയിട്ടില്ല. എന്നാൽ ഇമാം റംലി തങ്ങൾ പറയുന്നത് ആ 4 സന്ദർഭത്തിലും ആൾക്ക് എതിറുണ്ടാകും. 3 ഫർദ് വരെ പിന്താൻ അയാൾക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ തരീഖല്ലാത്തത് കൊണ്ട് ഇവിടെ ഫത്വൽ മുഈനിൽ അത് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഈ 6 എണ്ണിയിട്ടുള്ളൂ. 6 കാര്യങ്ങൾ. 1 ഇമാം മൗമൂമ് ബത്തിയുൽ ഖിറാഅത്താകുക, 2 ബത്തിയുൽ ഹർക്കത്താകുക, 3 ഇമാമിന്റെ സക്കത്തെ കാത്തിരുന്നു പക്ഷേ ഇമാമ് സക്കത്ത് കൊടുക്കാതെ റുക്കുവിൽ പോയി, അതല്ലെങ്കിൽ ഫാത്തിഹ ഓതാൻ മറന്നുപോയി, ഇമാം റുക്കുവിൽ പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ റുക്കുവിൽ പോയ സമയത്താണ് ഫാത്തിഹ ഓതാത്ത കാര്യം ഓർമ്മ വന്നത്, അതല്ലെങ്കിൽ ഇമാമ് റുക്കുവിൽ പോയ ശേഷം ഇയാൾ റുക്കുവിൽ പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതിയോ ഇല്ലയോ എന്ന് സംശയം നേരിട്ടു, തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ വസ്വാസിന് വേണ്ടി പിന്തിയാൽ അത് എന്താവൂലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഉസ്റാവൂല ആൾ പറയുന്നത്. അമ്മത്തഖല്ലുഫു എന്നാൽ മൗമൂമ് പിന്തി നിൽക്കൽ ലിവസ്വസത്തിൻ വസ്വാസ് കാരണം പിന്തി എന്ന് പറഞ്ഞാൽ ഇമാം റുക്കുവിൽ പോയപ്പോ മൗമൂമ് ഫാത്തിഹ പൂർത്തിയായിട്ടില്ല. ആളാണെങ്കിലോ മസ്ബൂക്ക് അല്ലതാനും മുവാഫിഖാണ്, മുവാഫിഖായ മൗമൂമാണ്. ഇമാം റുക്കുവിൽ പോയപ്പം മൗമൂമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടില്ല. എന്ത് കഴിയാഞ്ഞ്? നേരത്തെ പറഞ്ഞ ഉദ്ർ കൊണ്ടാണോ? അല്ലല്ല, നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടല്ല. എങ്ങനെ? ഫിയോ എന്താണ് മനസ്സിലായില്ല. എന്ത് ഖൗലു ഫി? അമ്മ തഖല്ലുഫു ലി വസ്വസത്തിൻ നേരത്തെ പറഞ്ഞതിന്റെ മുഅ്തറസ് പറയാണ്. വസ്വാസിന് വേണ്ടി അല്ലാതെ പിന്തുകയാണ് നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ മുഅ്തറസ് പറയാണ്. അപ്പൊ വസ്വാസിന് വേണ്ടി പിന്തിയാലോ? എന്ത് വസ്വാസ്? ബി അങ്കാന ഈ മൗമൂമ് ആയതുകൊണ്ട് എന്തായി? യുറദ്ദിദുൽ കലിമാത്തി ഫാത്തിഹന്റെ ചില കലിമത്തുകൾ ഇങ്ങനെ മടക്കി മടക്കി ഓതി. എന്തിനു വേണ്ടി ഓതി? മുജിബിൻ ശറഈയായ നിയമപ്രകാരം അങ്ങനെ മടക്കി ഓതേണ്ട കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇയാൾ വസ്വാസ് കൊണ്ടാ ഇജ്ജാക്ക 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 എന്ന് പറഞ്ഞ് നോട്ടിക്കോളി. അല്ലെങ്കിൽ അൽഹംദു 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 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന്. അത് ഓരോരുത്തർക്കും ഓരോ കലിമത്തും കളിക്കാരോ വസ്വാസ്. അതായത് മൂജിബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാല്, അതായത് ഇയാൾ ഓതിയപ്പം ചിലപ്പം ശരിക്കും മഹ്റജ് അനുസരിച്ച് ശരിക്കും ഓതാൻ അറിയുന്ന ആള് തന്നെ ചിലപ്പോൾ അത് പേച്ചു പോയി, മഹ്റജ് തെറ്റി, അപ്പൊ ആ ഖിറാഅത്ത് സഹീഹായിട്ടില്ല എന്ന് ഓർമ്മ വന്നു. എന്നാലും മടക്കി ഓതണം. അതല്ല പറയുന്നത്. ഇത് ഇയാൾക്ക് തോന്നുകയാണ് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ശരിയായിട്ടില്ല. അങ്ങനെ പറയുന്ന വസ്വാസ് കലിമത്തുകൾ തർദീദാക്കിക്കൊണ്ട് ശറഈയായ കാരണങ്ങൾ കൂടാതെ ഉള്ള തർദീദ് ഫലൈസ ബിഉദ്രിൻ അത് ഉദ്റായിട്ട് പരിഗണിക്കപ്പെടൂല. അപ്പൊ പിന്നെന്ത് വേണം? അയാൾക്ക് പൂർണ്ണമായ 2 ഫീലിയായ ഫർദ് കൊണ്ട് പിന്താൻ അനുവാദമില്ല. അങ്ങനെ പിന്തിയാൽ എന്തു വേണം? ഒന്നിരിക്കൽ ഇമാമിനെ മുഫാറഖത്ത് ചെയ്യണം. അതിനെ അയാളെ മുന്നിൽ ഇപ്പൊ വാബ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ വഴിയില്ല. ഇമാമിനെ മുഫാറഖത്ത് ചെയ്യുക. അല്ലാതെ ഓതാനുള്ള ഫാത്തിഹ ഓതാതെ പോകാൻ അയാൾക്ക് പറ്റൂല. 2 പൂർണ്ണമായ ഫർദിനേക്കാൾ ഇമാമ് വിട്ടുകടന്നു. 3ാമത്തെ ഫർദിലേക്ക് ഇമാമ് കുനിഞ്ഞാൽ മുഫാറഖത്ത് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മൗമൂമിന്റെ നിസ്കാരം തന്നെ ബാത്തിലാവും. എന്നാ കൂടെ പോകാൻ പറ്റുമില്ല. കാരണം ഇയാളുടെ ഫാത്തിഹ ഫർദായ ഫാത്തിഹ അയാൾ ഓതി തീർന്നിട്ടില്ല. അപ്പൊ അവിടെ മുഫാറഖത്ത് ചെയ്യൽ ഉജൂബ കഴിയ ആ വിവരല്ലാറിന് കാല ശൈഖുന ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്,
ഇങ്ങനെ ഉസ്വാസാരൻ ഉദറില്ലാന്ന് നമ്മൾ പറഞ്ഞെങ്കിലും എമ്പറി വളരെ ആവശ്യമായി വന്നേക്കും ഫീ ദീവസ്വസത്തിൻ ചില ഉസ്വാസുടയവരുടെ വിഷയത്തിൽ. എങ്ങനത്തെ ഉസ്വാസാണെന്നറിയോ? സ്വാറത്ത് അതായിപ്പോയിരിക്കുന്നു കൽ ഖിൽഖത്തീൻ. അവിടെ എഴുത്തൊന്നും നോക്കണ്ട, കൽ ഖിൽഖത്തി ആയിരിക്കുന്നു. അതായത് അത് പ്രകൃതി പോലെ ആയിപ്പോയിരിക്കുന്നു. ഒക്കെ ഏറെ എണീക്കാറ് ആലൂര് അതൊക്കെ ഒരുപാട് തെറ്റാണ്. ഇത് തെറ്റല്ലാത്തത് കുറവാ. ത്വലേ കിതാബക ഖബ്ല വഖ്തി മുതാലഅ ബിസഹീഹി കുതുബിൻ വാദിഹിൻ ഖദ് ഉവ്വിലാ. അതൊക്കെ പറഞ്ഞേ ആലൂരെ. അത് നമ്മള് രണ്ടാവും ഒരുപോലെയാണ്, മനസ്സിലായില്ലേ? നേരത്തെ തൊട്ട് എന്താക്കൂല്ല, നോക്കി ഉറപ്പോട്ട് വരുത്തൂല്ല. ഞമ്മളെ കിതാബ് രണ്ടും ആണെങ്കിലോ ഒരു ജാതിയാണാനും. എന്നാ പോരങ്ങക്ക് ഖിൽഖിയത്ത് എന്തായാലും ഉണ്ടാവൂല. ഏതായാലും ആട്ടെ, പടപ്പത്തരം അവന്റെ പ്രകൃതി എന്നർത്ഥം. പ്രകൃതി പോലെ അങ്ങോട്ട് ആയി വന്നിരിക്കുന്നു. എന്നാൽ പിന്നെ ബിഹൈസു എങ്ങനെ പ്രകൃതി പോലെ ആയിട്ടുണ്ട്? ബിഹൈസു യഖ്തഉ ഉറപ്പിക്കുന്ന നിലക്ക്. ആര്? കുല്ലു മൻ റആഹു, ഈ ഉസ്വാസുള്ള ആളെ കണ്ട ഏതൊരാൾക്കും ഉറപ്പാവും അന്നഹു, ഈ കാക്ക ലാ യുംകിനുഹു, അയാൾക്ക് ഇനി കഴിയില്ല, തെർക്കുഹ, ഈ ഉസ്വാസ് ഒഴിവാക്കാൻ കഴിയില്ല. ഈ ഒസ്വാസ് ഒഴിവാക്കാൻ കഴിയൂല. ആ നിലക്ക് അയാളുടെ പ്രകൃതി പോലെ ആയ ചില ഒസ്വാസുകളുണ്ട്. അവരെ സംബന്ധിച്ച് എമ്പകയാണ്. എന്താണ് എമ്പകി? അയ്യത്തിയ ഫീഹി, അങ്ങനെ എമ്പകി. മനസ്സിലായില്ലേ? കാലശേഖന എമ്പകി എന്തെമ്പകയാണ്? അയ്യത്തിയ ഫീഹി, ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത നിലക്ക് അതൊരു മാറാവ്യാധി രോഗമായി മാറിയതുപോലെ പ്രകൃതി പോലെയായി വന്നുള്ള ആളെ സംബന്ധിച്ച് വരേണ്ടതാണ് മാഫി ബത്തിയിൽ ഹർക്കത്തി. ബത്തിയുൽ ഹർക്കത്ത് എന്ന ചലനം സ്പീഡില്ലാത്ത, പ്രകൃതിപരമായി ചലനം സ്പീഡില്ലാത്ത ആളിന്റെ മസ്അലയിൽ വരുന്നതിന്റെ നെളീറായ സമാനമായ ഒരു മസ്അല ഇവിടെയും വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഉസ്ർ അനുവദിക്കേണ്ടതാണ്. അങ്ങനെ വന്നാൽ ദീർഘമായ 3 ഫർദ് വരെ പിന്താൻ അനുവദിക്കപ്പെടുന്ന ഉസ്റാണ് എന്ന് പറയേണ്ടി വരും എന്ന്. അതൊരു ഇളവാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് പിന്നെ ജമാഅത്തായിട്ട് സംസ്കരിക്കാനേ പറ്റൂല. അതാണ് പ്രശ്നം. ഇയാൾ തുടർന്ന എപ്പോഴും ഈ ഇജാക്ക എന്ന് പറഞ്ഞ് കുത്തിരിക്കുകയാണ്. അയാൾക്ക് അവിടെ മാറ്റാനും കഴിയൂല. അങ്ങനെ വന്നാൽ ഇമാമുർക്ക് പോയി കാലിക്ക് വന്ന് സുജൂദക്ക് കുമ്പിടുമ്പോത്തിന് ഇയാൾ എന്ത് വേണ്ടി വരും? ഇമാമിനെ വിട്ടുപിരിയേണ്ടി വരും. വെറുതെറിയാതായി ഇമാമിനെ വിട്ടുപിരിഞ്ഞാൽ ജമാഅത്തിന്റെ കൂലി പോയില്ലേ? വിട്ടുപിരിയാൻ നിസ്കാരം തന്നെ ബാത്തിലാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോ ഇയാളുടെ ജീവിതത്തിൽ തന്നെ എന്ത് കിട്ടാതെ പോവും? ഇയാളുടെ ജീവിതത്തിൽ ജമാഅത്ത് തന്നെ കിട്ടാതായി പോവും. അപ്പൊ അത് അത്രത്തോളം ഒരു രോഗമായി മാറിയ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഇളവ് അനുവദിച്ച് ബത്തിയുൽ ഹറക്കത്തിന് ലഭിക്കുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ് അയാൾക്കും. അതുകൊണ്ട് 3 ഫർദ് വരെ പിന്താൻ അനുവദിക്കപ്പെടുന്ന നിലക്ക് ഉസ്ർ ഉണ്ട് എന്ന് പറയേണ്ടതാണ്. അങ്ങനെ വെച്ചാൽ പിന്നെ ഇമാമ് 2ാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് റുക്കുവിലെത്തിയാൽ മതി. എന്നാൽ ഇത് എല്ലാ വിശ്വാസക്കാർക്കും ബാധകമല്ല. മാറ്റിയാ മാറാത്ത പ്രകൃതി പോലെ ആയവർക്ക് അങ്ങനെ വരേണ്ടതാണ് എന്ന് പറയാൻ കാരണം എന്താ? നസ് അസ്ഹാബിൻ്റെത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വരേണ്ടതാണ് എന്ന് മഹാനവർകൾ നിരീക്ഷിച്ചത്. അത് അങ്ങനെ തന്നെയാണ് വെക്കേണ്ടതും. ആട്ടെ, അതിന്റെ ഇടയ്ക്കൊരു വിഷയം പറഞ്ഞതാ. ഇനി മേപ്പോട്ട് തന്നെ പോവുകയാണ്. ഇപ്പൊ നമ്മള് ഉസ്റുള്ള രൂപങ്ങൾ പറഞ്ഞല്ലോ. ഈ ഉസ്റുള്ള രൂപങ്ങളിൽ എന്ത് വേണം? ഫേൽസമുൽ മൗമൂമ. നേരെ പറഞ്ഞ ഉസ്റുള്ള രൂപങ്ങളിലൊക്കെ മൗമൂമിന് നിർബന്ധമാണ്. എന്ത്?
ഇത്മാമുൽ ഫാത്തിഹത്തി കണ്ടോ ഫിസൂരി മദ്കൂരത്തി അതെ ഉദുറ് കാരണം പിന്തിയോർത്തൊക്കെ ഖിറാത്ത് പിന്തിയത് കൊണ്ടോ ചലനം പിന്തിയത് കൊണ്ടോ അതല്ലെങ്കിൽ ഇമാമിന്റെ ശക്തിയെ പ്രതീക്ഷിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ഫാത്തിഹ ഓതാൻ മറന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയിച്ചത് കൊണ്ടോ ഒക്കെ ഇമാം റുക്കൂയിൽ പോകുമ്പോ ഫാത്തിഹ ഓതി തീർന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് നിർബന്ധമാണ് ഇത്മാമുൽ ഫാത്തിഹത്തി, ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധം. ഏതുവരെ പൂർത്തിയാക്കാം? മാലം യതഖല്ലഫ്, ഈ മഅ്മൂം പിന്താത്ത കാലത്തോളം ബി അക്സറ മിൻ സലാസത്തി അർക്കാനിൻ ത്വീലത്തിൻ, ദീർഘമായ 3 ഫർദിനേക്കാൾ അധികരിച്ചതുകൊണ്ട് പിന്താതിരിക്കുന്ന കാലത്തോളം ഫാത്തിഹ പൂർത്തിയാക്കാം. അത്ര സമയമൊന്നും വേണ്ടിയുള്ള ഫാത്തിഹ 7 ആയത്തുള്ളവർക്ക്. ചില ആൾക്കാർക്ക് 8 ആയത്ത് ഉണ്ടാലൂരെ. അത് ആ ഹിക്മത്ത് അറിയാം നിങ്ങൾക്ക്. ഈ 8ാമത്തെ ആയത്ത് ഏതാന്നുള്ള ആലൂരിന് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. പലപ്പോഴും 7 ആയത്ത് എന്ന് കേട്ടെന്നല്ലാതെ 8 ആയത്ത് എന്ന് പറഞ്ഞാൽ ഇടക്ക് ഫത്തുൽമിന്റെ ദർസിൽ പറയുന്നത് കേൾക്കാന്നല്ലാതെ ഏതാ പഠിച്ചോനെ ഈ 8ാമത്തെ ആയത്ത് എന്നുള്ള വേജാറുള്ള അപ്പൊ ആലൂരുള്ളത്. അത് വേജാറാണ്ട മുദായനത്തിന്റെ ആയത്താണ് 8ാമത്തെ ആയത്ത്. മനസ്സിലായില്ലേ? ആ ഒരു പേജ് ഉണ്ടല്ലോ. ചില ആളുകള് ഫാത്തിഹയിലെ 7 ആയത്ത് ഓതിയിട്ട് പിന്നെ ആയത്തുൽ മുദായന എന്ന് പറയുന്ന ഒരു പേജുള്ള ആയത്തും കൂടി ഓതണം, എന്നാലും ഇങ്ങോട്ട് തീരൂല. അങ്ങനത്തെ ചില സാധുക്കളുണ്ട്. അല്ലാതെ ഇപ്പത്തെ ഇമാം റുക്കുവും കഴിഞ്ഞ് ഇത്തിദാലും കഴിഞ്ഞ് 1ാമത്തെ സുജൂദും കഴിഞ്ഞ് ഇടയിലിരുത്തും കഴിഞ്ഞ് 2ാമത്തെ സുജൂദ് കഴിയുമ്പോഴാണ് ഈ 3 ഫർദ് എന്ന് പറയുന്നത്. സംഗതിയിൽ 5 ഫർദുണ്ട്, 3 അല്ല. ദീർഘമായ 3 ഫർദ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 5 ഫർദ് വരുവോടെ. എന്താ? റുക്കൂ ദീർഘമായ ഫർദ്, 1ാമത്തെ സുജൂദ് ദീർഘമായ ഫർദ്, 2ാമത്തെ സുജൂദ് ദീർഘമായ ഫർദ്. ഇതിനിടയിൽ ദീർഘമല്ലാത്ത 2 ഫർദ് വരുന്നുണ്ട്. ഏത്തിദാല് ചുരുങ്ങിയ ഫർദ്, ഇടയിലിരുത്തം ചുരുങ്ങിയ ഫർദാണ്ടോ. അപ്പൊ 5 ഫർദ് വരെ പിന്ത. എന്നിട്ടും തീർന്നില്ലെങ്കിൽ അയാൾ മുദായനത്തിന്റെ ആയത്തുമല്ല അൽബക്കറ ഒന്നായിട്ട് തോന്നിട്ടുണ്ടാവും. ആ ജാതിക്കാരൊക്കെ അവരാന്റെ പേരിൽ ഒറ്റക്ക് കുത്തരുന്ന അങ്ങനെ ഇജ്ജാക്ക 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 എന്ന് പറഞ്ഞ് കുത്തരുന്നോട്ടെ. ശരിയല്ലേ? അത് ചില വലിയ ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ആളെ പറഞ്ഞാൽ ചിലപ്പോ മുമ്പർക്ക് ഇഷ്ടപ്പെടൂല. ഈ കാരണം വലിയ നമ്മളെ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രഗത്ഭനായ ഒരു പ്രഭാഷകനുണ്ട്. ഇപ്പൊ വയസ്സായി വയ്യ, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, നല്ല ദീർഘായുസ് കൊടുക്കട്ടെ. നല്ല ഇഖ്ലാസുള്ള മനുഷ്യനാണ്. അദ്ദേഹം ജമാഅത്തിന് കൂടാറില്ല, പലപ്പോഴും ജുമാക്കും പോകാറില്ല. അതിന്റെ പേരിൽ ആരും അയാളെ കുറ്റം പറയാൻ പാടില്ല. കാരണം ഈ പറഞ്ഞേക്ക് തബീഅത്ത് പോലെ ആയ വസ്വാസ. തക്ബീർ കെട്ടാൻ കഴിയില്ല. ഫാത്തിഹയ്ക്കല്ല പ്രശ്നം, തക്ബീർ കെട്ടാൻ കഴിയില്ല. ഇമാമ് ഒരു റക്കാത്ത് പൂർത്തിയായി അതെ ആളെ പേര് വേണ്ട. ഒരാളെ ഒരു റക്കാത്ത് ഇമാമിന്റെ പൂർത്തിയായാൽ പോലും അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടാൻ കഴിയില്ല. തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിസ്കരിച്ചു പോകും. അതൊരു രോഗമാണ്. ഇതങ്ങനല്ല. ഈ പറഞ്ഞ നമ്മളിപ്പോ പറയുന്നത് ശ്വാസം ഫാത്തിഹയിലുള്ള ശ്വാസം, ഫാത്തിഹയിലുള്ള ശ്വാസം. അതുപോലെ പണ്ട് വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു, നമ്മളെ കുളിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുക. അന്ന് രാവിലെ ഇറങ്ങിയാൽ അസറാവോളും കുളിയാണ് ഇക്കാരം. അങ്ങനെ ഒരാളുണ്ട്. ഇനി ആ ആലൂരിനെ അറിയിക്കാറ്, ആലൂരിനെ അറിയുന്ന ആളാ. അന്ന് ആളെ പേര് അറിയണ്ട. അവർക്ക് മഹാന്മാർ തന്നെ, വലിയ മഹാന്മാരാണ് ഇവരൊക്കെ. പക്ഷെ ചില രോഗങ്ങൾ വന്ന് പെട്ടാൽ എന്താ കാട്ടുക? അയാൾ അറിയില്ല ആലൂരെ. ആകെ വ്യാഴ്ചൊരു കുളി വിളിക്കണേ. എന്നെ 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 അന്ന് പേര് അറിയണ്ട. അവരൊക്കെ വലിയ മഹാന്മാരാണ്. അവരൊക്കെ വളരെയേറെ നമ്മൾ ബഹുമാനിക്കേണ്ടവരും അവര് വലിയ ഇഖ്ലാസുള്ള മഹാന്മാരായ സൂഫികളും മുഖ്ലിസീങ്ങളുമാണ്. പക്ഷേ ചില രോഗങ്ങൾ വന്ന് പെട്ടാൽ നിവൃത്തിയൊന്നുമില്ല. അതായത് പെട്ട രോഗമാണത്. അപ്പോ ഈ ഫാത്തിഹയിലാണ് ഒരാൾക്ക് ഈ രോഗം വന്ന് പെട്ടത് കൂട്ടിക്കോളി. എന്നാ പിന്നെന്താ കാട്ടുന്നത്? അറബിബിരാജ് തങ്ങൾ പറഞ്ഞേക്ക് അയാൾക്ക് വേണ്ടിയിട്ട് എന്താക്കുക? ദീർഘമായ 3 ഫർദ് വരെ അയാൾ ഉദർ അനുവദിച്ചു കൊടുക്കുക. അല്ലാത്തവര് പിന്നെ ഇനിയിപ്പോ എത്ര വന്നാലും നീ 5 ഫർദിനേക്കാൾ പിന്തിയിട്ടുള്ള ഒരു ഫാത്തിഹ എന്താണെങ്കിൽ ആയത്തിൽ മുദായനത്താവുന്ന 8ാമത്തെ ആയത്ത് കൂട്ടിയാലും ഫാത്തിഹ തീരും. ഇനി ബാക്കി പറയുന്നു കേട്ടോ. ഈ മൗമൂമ് പിന്തി നിന്നു മഅഉദിൻ, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദർ ഉണ്ടായിട്ട് തന്നെയാണ് പിന്തിയത്. പക്ഷെ എത്ര പിന്തിന്നു? ബി അക്സറ മിനസ് സലാസത്തി, ദീർഘമായ 3 ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്തിപ്പോയാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? അല്ലായ ഫറഗ, ഈ മൗമൂമ് വിരമിക്കാതിരുന്നു
മിനൽ ഫാത്തിഹത്തി ഫാത്തിഹ ഓതിയിട്ട് വിരമിച്ചില്ല. എപ്പോഴല്ലാതെ ഇല്ല വൽ ഇമാമു ഖായിമുൻ അനിസ്സുജൂദി, രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞിട്ട് ഇമാമ് ഖിയാമിലെത്തുന്നത് വരെയും, അടുത്ത റക്അത്തിന്റെ ഖിയാമില് എത്തുന്നത് വരെയും കഴിഞ്ഞ റക്അത്തിലെ ഫാത്തിഹ ഇക്കാക്കാന്റെ കഴിഞ്ഞ ചവിട്ടിക്കോളി വല്ലാത്തൊരു ഫാത്തിഹ തന്നെ എന്നയാള് വല്ലാത്തൊരു ഫാത്തിഹ തന്നെ. ഇമാമും മൗമൂമും ഇയാൾ മസ്ബൂക്കല്ല, അതാണ് രസം. മസ്ബൂക്കല്ല, ഇമാമിന്റെ കൂടെ തുടർന്ന് മുവാഫിക്കായ മൗമൂമ. എന്നിട്ട് ഇമാമ് ഫാത്തിഹയും കഴിഞ്ഞ് റുക്കൂവും കഴിഞ്ഞ് ഇഅ്തിദാലും കഴിഞ്ഞ് രണ്ട് സുജൂദും കഴിഞ്ഞ് ഇടയിലിരുത്തും കഴിഞ്ഞ് അടുത്ത റക്അത്തിന്റെ നൃത്തത്തിലെത്തി. ഇപ്പോഴും ഈ കാക്കാന്റെ ഫാത്തിഹ കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ ലൗ ജാലിസുൻ ലിത്തശഹുദി, രണ്ടാമത്തെ റക്അത്തിലാണ് ഒട്ടിക്കോളി. എന്നാല് ഇയാള് ഫാത്തിഹ ഓതുകയാണ്. അപ്പോക്ക് ഇമാമ് റുക്കൂവും കഴിഞ്ഞു, സുജൂദും കഴിഞ്ഞു, ഇഅ്തിദാലും കഴിഞ്ഞു, ഇടയിലിരുത്തും കഴിഞ്ഞു, അത്തഹിയ്യാത്ത് ഓതാൻ വേണ്ടിയിട്ട് ഇരുന്നുപോയി. ഇങ്ങനെ നാലാമത്തെ ഫർളിൽ പ്രവേശിക്കുന്നത് വരെയും ഈ മൗമൂമിന്റെ, ഈ ഉസ്റുള്ള മൗമൂമിന്റെ ഫാത്തിഹ കഴിഞ്ഞില്ല എന്ന് വെക്ക. എന്നാ അയാൾ എന്താ കാട്ടേണ്ടത്? എന്നാ പിന്നെ ഞാൻ നോക്കണ്ട, ഫൽ യുവാഫിഖ് ഇമാമഹു, ഇപ്പൊ ഇമാം എവിടെയുള്ളത് വെച്ചാൽ അവിടെ അവിടെ കൂടിയാ മതി. എന്നാ അപ്പൊ ഇയാൾക്ക് നല്ല സുഖമാണ്, നൃത്തത്തിക്ക് എന്നോർത്ത്. ഇയാളേതായാലും നൃത്തത്തിലാണല്ലോ, ഇമാമിന്റെ കൂട്ടത്തിലാണ് കൊത്തിയാ മതി. ഇനി അവരുടെ റുക്കൂനും സുജൂദിനും ഒന്നും പോകണ്ട, ഒരക്കയത്ത് അയാൾക്ക് പോയി കിട്ടി. ഇനി ഇമാം സലാം വീട്ടിൽ ഉറക്കയത്ത് സ്കരിക്കാം. അതെന്താണ് ഇങ്ങനെ ഇമാമിനോട് മുവാഫത്ത് ചെയ്യൽ വുജൂബാണ്. ഇനി അവിടെ റുക്കൂ പോകാൻ പാടില്ല അയാൾക്ക്. റുക്കൂ പോയാൽ നമസ്കാരം മാത്രമാവും. കാരണം 3 ഫർദിനേക്കാൾ അധികരിച്ചതുകൊണ്ട് പിന്തിയാൽ ഒരു പക്ഷേ ഉടനെ എന്ത് ചെയ്യണം, മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്ത് ഇമാമിനെ പീടണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇമാം എന്താണോ ചെയ്യുന്നത് അവിടെ ഇമാമിന്റെ കൂടെ കൂടണം, ഇടക്കുള്ളതൊക്കെ വിടുക. അപ്പൊ പിന്നെ ഉറക്കയത്ത് പോവും. അപ്പൊ ഇമാം സലാം വീട്ടിയ ശേഷം പിന്നെ ഉറക്കയത്ത് സ്കരിക്കണം. ആണ് അതിന്റെ പണി. അപ്പൊ 2 വാതിലുണ്ടാവും മുന്നില്. ഇമാമ് 4ാമത്തെ ഫർദിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൗമൂമിന്റെ ഫാത്തിഹ ഇപ്പോഴും പൂർത്തിയായില്ലെങ്കിൽ അയാളുടെ മുന്നിൽ 2 വാതില്. ഒന്ന്, നേരെ ഇമാമിന്റെ കൂടെ തുടരുക, ഇടക്കുള്ളത് ഒഴിവാക്കുക, ഇമാം സലാം വീട്ടിയ ശേഷം ഉറക്കയത്ത് സ്കരിക്കുക. അതൊരു വഴി. 2ാമത്തെ വഴി, ഇമാമ് 4ാമത്തെ ഫർദിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ ഇമാമുമായി മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്യാം. എന്നാ പിന്നെ അയാൾക്ക് അയാളെ സ്വന്തം അങ്ങനെ തിരിച്ചു പോയാൽ മതി. ഈ രണ്ടാലൊരു വഴി നിർബന്ധമായി വരും അവിടെ. അതാ ഫൽയുവാഫിഖ് ഇമാമഹു വുജൂബൻ, നിർബന്ധമായും ഇമാമിനോട് യോജിച്ചു കൊള്ളണം. ഫിർ റുക്നി റാബിഈ, 4ാമത്തെ ഫർദിൽ. 4ാമത്തെ ഫർദ് കൊണ്ട് പിന്താൻ പാടില്ല, 3 ഫർദ് കൊണ്ടേ പിന്താൻ പാടുള്ളൂ. ഇമാമ് 4ാമത്തെ ഫർദിൽ എത്തിയാൽ ആ 4ാമത്തെ ഫർദിൽ ഇമാമിനോട് യോജിച്ചു കൊള്ളണം. ഏതാണ് 4ാമത്തെ ഫർദ്? ഹുവൽ ഖിയാമു. 1ാം റക്അത്തിലാണ് ഈ സംഭവം സംഭവിച്ചതെങ്കിൽ അടുത്ത റക്അത്തിലെ 2ാമത്തെ റക്അത്തിലെ ഖിയാമാണ് 4ാമത്തെ ഫർദ്. അപ്പൊ അവിടെ ഇവപ്പം നിലവിൽ ഖിയാമത്ത് തന്നെയാണല്ലോ, ഇമാമിനോട് തുടരുക. അവിൽ ജുലൂസിൽ തശഹുദി അല്ലെങ്കിൽ അത്തഹിയ്യാത്തിന് വേണ്ടിയിട്ടുള്ള ഇരുത്തേക്കാരൻ 2ാം റക്അത്തിലാണെങ്കിൽ അപ്പൊ ഫർദ് അല്ലെങ്കിൽ ഫർദിന്റെ സ്ഥാനത്തുള്ളതെന്ന് അർത്ഥം. അപ്പൊ അതിനെ ഞാൻ ഇഷ്കാലി വയ്ക്കാൻ നിൽക്കണ്ട. ആ 2ാം റക്അത്തിലാണെങ്കിൽ ഇമാം അത്തഹിയ്യാത്തിലിരുന്ന് സുന്നത്തല്ലേ. പക്ഷേ അടുത്ത ഫീല് എന്നാ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അടുത്ത ഒരു ഇമാമിന് എണ്ണപ്പെടുന്ന ഒരു പ്രവൃത്തി, അത് അത്തഹിയ്യാത്താണ്, ഫർദിന്റെ സ്ഥാനത്തുള്ളതാണ് ഫർദ് അല്ലെങ്കിലും. ആ അത്തഹിയ്യാത്തിന്റെ ഇരുത്തത്തിൽ, അതല്ലെങ്കിൽ അടുത്ത റക്അത്തിന്റെ ഖിയാമിലാണ് ഇരിക്കാനും ഈ 4ാമത്തത് എന്ന് പറയുന്നത്, അവിടെ ഇമാമിനോട് ചേരുകയും വയത്റുക്കു, ഈ മൗമൂമ് ഉപേക്ഷിക്കുകയും വേണം. തർത്തീബ നഫ്സിഹി ഫൽയുവാഫിഖ് വയത്റുക്ക് എന്നർത്ഥം. അവൻ ഉപേക്ഷിച്ചു കൊള്ളണം. തർത്തീബ നഫ്സിഹി, സ്വന്തം നഫ്സിന്റെ തർത്തീബിനെ ഉപേക്ഷിച്ചു കൊള്ളണം, ഇമാമിനോട് മുവാഫഖത്ത് ചെയ്യണം. അങ്ങനെ ഇവന്റെ തർത്തീബ് ഉപേക്ഷിച്ച് ഇമാമിനോട് മുവാഫഖത്ത് ചെയ്താലോ സുമ്മയതദാറക്കു, പിന്നീട് അവൻ വീണ്ടെടുക്കണം. ബഅദ സലാമിൽ ഇമാമി, ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം മാ ബഖിയ അലൈഹി, അവന്റെ മേൽ ശേഷിക്കുന്ന ഈ 1 ഒരു റക്അത്തായി മാറി. കാരണം എന്താ, ഇടയ്ക്ക് റുക്കൂ ഉണ്ടായിട്ടില്ല, ഇത്തിദാൽ ഉണ്ടായിട്ടില്ല, സുജൂദ് ഉണ്ടായിട്ടില്ല, ഇടയിലിരുത്തം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 1ാമത്തെ റക്അത്തിന്റെ ഖിയാമ് ഇപ്പോൾ 2ാമത്തെ റക്അത്തിന്റെ ഖിയാമായി എണ്ണി. അപ്പൊ 1ാമത്തെ റക്അത്തേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇമാം സലാം വീട്ടിയതിനു ശേഷം 1 റക്അത്ത് നിസ്കരിച്ചു കൊള്ളണം. ഇതാണ് അയാളുടെ മേൽ കടമ. ഇനി ഫഇൻ ലം യുവാഫിഖ്ഹു, ഈ 4ാമത്തെ ഫർദിൽ ഇമാമിനോട് കൂടി ചേർന്ന മുവാഫഖത്ത് ചെയ്തില്ല. ഫിർ റാബി, 4ാമത്തെ ഫർദിൽ
ഖിയാമില് അല്ലെങ്കിൽ ഈ ജുലൂസിൽ ഇമാമിനോട് മുവാഫഖത്ത് ചെയ്തില്ല. എങ്ങനെ ചെയ്തില്ല? മഅഇൽമിഹി ബിവുജൂബിൽ മുതാബഅത്തി, 3 ഫർദ് വരെ പിന്താൻ പാടുള്ളൂ. 4ാമത്തെ ഫർദിൽ പ്രവേശിച്ചാൽ പിന്നീട് പിന്താൻ പറ്റൂല. ഇമാമിനോട് മുതാബഅത്ത് ചെയ്യൽ വുജൂബാണെന്ന് അയാൾക്കറിയാം. അതോടുകൂടി ഇവലം എമ്മിൽ മുഫാറഖത്ത് 2ാമതൊരു വഴി അവന്റെ മുന്നിലുണ്ട്. ഇമാമിനോട് വിട്ടുപിരിയുന്നത് കരുതിയില്ല. കരുതുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കരുതിയില്ല. ഇത് രണ്ടും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇമാമിനോട് മുതാബഅത്ത് ചെയ്യൽ വുജൂബാണെന്ന് അറിഞ്ഞ് മുതാബഅത്ത് ചെയ്തില്ല. എന്നാൽ ഇമാമിനോട് മുഫാറഖത്തിന് നിയ്യത്ത് ചെയ്തോ, അതും ചെയ്തില്ല. എങ്കിൽ ബത്വലത്തു സ്വലാത്തുഹു, ഈ പിന്തിയ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലായി പോകും. രണ്ടും കൂടി ഞാനാകുമ്പോഴാട്ടോ. മുവാഫഖത്ത് ചെയ്യൽ വുജൂബാണെന്ന് അറിഞ്ഞുകൊണ്ട് മുവാഫഖത്ത് ചെയ്യാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇമാമിനെ വിട്ടുപിരിഞ്ഞ് മുഫാറഖത്ത് ചെയ്യാം. എന്നാൽ നിസ്കാരത്തിന് ബാത്തിലൊന്നും ആവില്ല. അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചെഴുതുള്ള ആളാണ്, അങ്ങനെ അറിയാതെയാണ് എന്ത് മുവാഫഖത്ത് ചെയ്യാതിരുന്നത്, എന്നാലും ബാത്തിലാവില്ലെങ്കിൽ അറക്കത്തെണ്ണപ്പെടൂല. അവിടെയാണ് പ്രശ്നം. ഒരാൾക്ക് അറിയാതെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇനി ഒരാള് നമ്മളെ ദൂര്യൊക്കെ ഇസ്കാലി വയ്ക്കാൻ നിൽക്കണ്ട. അറിയാതെയാണെങ്കിൽ ഏതെങ്കിലോ മുവാഫഖത്ത് ചെയ്യില്ല, നിർബന്ധമാണെന്നുള്ള കാര്യം അറിയാതെയാണ്. എന്നാൽ നിസ്കാരം ബാത്തിലാവില്ലെങ്കിലും ആ റക്കാത്തെണ്ണപ്പെടൂല. അപ്പം പിന്നീട് റക്കാത്തുകൾ നിസ്കരിക്കണം, അതെന്തായാലും വേണം. അതാ ഇന്നരിമത, ഇങ്ങനെ മുവാഫഖത്ത് ചെയ്യാതെ പിന്തി നിൽക്കൽ ഹറാമാണെന്ന് അറിയുകയും വതഅമ്മദ, എന്നിട്ട് മനഃപൂർവ്വം പിന്തുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അല്ലെങ്കിലോ അഞ്ഞു പറയുന്നുണ്ട് വൈലാഫല എന്ന് പറയും. ഇനി ഇവിടെ ഇപ്പൊ ഈ പിന്തി എഴുതുള്ളോടത്ത് ഈ 5 രൂപങ്ങളിലും എന്ത് വേണമെന്ന് പറഞ്ഞു? നമ്മള് പിന്തി നിന്ന് ദീർഘമായ 3 ഫർദ് വരെ പിന്തി നിന്നാലും ഫാത്തിഹ ഓതി പിന്നെ റുക്കൂവും മെറ്റിതാലും സുജൂദും ഇടയിലിരുത്തും ഒക്കെ ചെയ്ത് അയാളുടെ തർത്തീബ് അനുസരിച്ച് പോയാൽ മതി. ഇമാമ് 3ാമത്തെ ഫർദ് കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഇയാൾ പിന്തി നിന്നിലൗട്ടിക്കോളി. ഫയന്തക്കാൽ മൗമോമോ, ഇത് റുക്കൂവിന്റെ മുമ്പുള്ള കാര്യം. ഇനി ഇമാമും മൗമൂമും രണ്ടാളും റുക്കൂ ചെയ്തു. മൗമൂമ അരിമാമി അറിയാം. ഇമാമ് റുക്കൂ ചെയ്തു, മൗമൂമും ചെയ്തു. ഫശക്ക, റുക്കൂ ചെയ്തതിന് ശേഷം ഈ മൗമൂമിന് സംശയം വന്നു. ഹൽ ഖറഅൽ ഫാത്തിഹത, ഞാനിപ്പോ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം. റുക്കൂയിൽ എത്തിയതിന്റെ വശം നേരത്തെ പറഞ്ഞു നോക്ക്, റുക്കൂ പോടതിന് മുമ്പാണ്. ഇപ്പോ ഇമാം റുക്കൂയിൽ പോയി, മൗമൂം റുക്കൂയിൽ പോയി. റുക്കൂയിൽ എത്തിയപ്പോ ഒരു സംശയം, അല്ല ഞാൻ ഇമാമിന്റെ സക്തയത്തെ കാത്തു നിന്നിട്ട് ഫാത്തിഹ ഓതിനോ ഇല്ലേ, ശക്ക് വന്നു. അതല്ലെങ്കിൽ ഔ തദക്കറ, അല്ലെങ്കിൽ ഉറപ്പായി അന്നഹൂലം ഫാത്തിഹ ഓതിയിട്ടിരുന്നില്ല എന്ന് ഉറപ്പ് തന്നെ വന്നു. ഒന്നിരിക്കൽ സംശയിച്ചു, അല്ലെങ്കിൽ ഉറപ്പ് തന്നെയായി. എന്നാലും എന്താ കാട്ടുക? അവിടെ പിന്തിക്കണ മസലയില്ലല്ലോ, ആള് റുക്കൂയിൽ എത്തിപ്പോയില്ലേ. നേരത്തെ പറഞ്ഞ റുക്കൂൽ എത്തുന്നതിന് മുമ്പാണെങ്കിൽ ഇമാം റുക്കൂൽ പോയും ചെയ്ത് മൗമൂം റുക്കൂൽ പോയിട്ടും ഇല്ലെങ്കിൽ ഓനെ എഴുതുന്നുണ്ട് 4 ഫർദ് വരെ പിന്താന്ന്, 3 ഫർദ് വരെ പിന്താന്ന് പറഞ്ഞു. ഇനി റുക്കൂൽ പോയതിന്റെ ശേഷം സംശയം വന്നത്, അല്ലെങ്കിൽ റുക്കൂൽ പോയതിനു ശേഷമാണ് ഓതിയിട്ടില്ലാതുള്ള കാര്യം ഓർമ്മ വന്നത്. എന്നാലും യജ്സുലഹു, ആ മൗമൂമിന് ജായിസാവൂല അൽഔദു, മടങ്ങിപ്പോരല് ഇരൽ ഖിയാമി, ഫാത്തിഹ ഓതാൻ വേണ്ടി നൃത്തത്തിലേക്ക് ഇങ്ങോട്ട് തന്നെ ബേക്കടിക്കാൻ പറ്റൂല, റിവേഴ്സ് എടുക്കാൻ പാടില്ല കേട്ടോ. ഇമാമിന്റെ കൂടെ റുക്കൂ ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്ത് പറ്റൂല? റിവേഴ്സ് എടുത്തു പോരാൻ മൗമൂമിന് പറ്റൂലെന്ന്. ഒറ്റക്ക് സ്കരിക്കുന്നവനോ ഇമാമോ ആണെങ്കിൽ റിവേഴ്സ് എടുക്കാം, എല്ലാം റിവേഴ്സ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഒറ്റക്ക് സ്കരിക്കുന്ന ഒരാള് റുക്കൂവിലെത്തിയതിനു ശേഷം ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നു, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന് സംശയം വന്നാൽ ഉടനെ നൃത്തത്തിലേക്ക് തന്നെ മടങ്ങി വന്ന് ഫാത്തിഹ ഓതി 2ാമത് റുക്കൂവിൽ പോകണോന്ന്. ഇമാമാണെങ്കിലും അങ്ങനെ തന്നെ വേണ്ടത്. തിരിച്ച് ഖിയാമിലേക്ക് തന്നെ വന്നിട്ട് ഫാത്തിഹ ഓതി 2ാമത് റുക്കൂവിൽ പോകണം. അതേസമയത്ത് മൗമൂമിന് അത് കഴിയില്ല. ഇമാമിന്റെ കൂടെ റുക്കൂവിൽ പോയി കഴിഞ്ഞാൽ ഇനി മൗമൂമിന് റിവേഴ്സ് എടുക്കാൻ പറ്റൂല. ഇത് തീവണ്ടിമ കൊത്തിയേക്ക, എഞ്ചിൻ തിരിയാതെ ബോഗി മാത്രം ബേക്ക് പോരാൻ പറ്റൂല. ഇതാ പ്രശ്നം. ഇമാമ് റുക്കൂവിൽ പോയില്ലേ, ഇമാമിന്റെ കൂടെ ഇയാളും പോയില്ലേ, വിട്ട വണ്ടി തിരിച്ചുവിടാൻ പറ്റൂല. കാണിക്കണ്ട ഹോബില്ലായി തോന്നിയത് ബോർഡേക്ക് പോയി ഉറക്കത്താണ് പോയി കിട്ടിയത്ര. അപ്പൊ അത് അവത്തത് അറക്ക. അപ്പോൾ പിന്നെ അവിടെ മൗമൂമ് പരിഹരിക്കണം. ബഅദ സലാമിൽ ഇമാമി, ഇമാമ് സലാം വീട്ടി കഴിഞ്ഞ ശേഷം റക്കാത്തൻ ഒരു റക്കാത്ത് വീണ്ടും എടുത്തുകൊണ്ട് പരിഹരിക്കണം.
അതാണ്. അപ്പൊ ആദ്യം പറഞ്ഞതൊക്കെ മൗമൂം റുക്കൂ പോകുന്നതിന് മുമ്പുള്ള സംഗതിയാ. മൗമൂം ഇമാമിന്റെ കൂടെ റുക്കൂ പോയാൽ ആ റക്അത്ത് തന്നെ നഷ്ടപ്പെട്ടു. ഇമാമിന്റെ കൂടെ അങ്ങനെ പോവുക, അവസാനം ഇമാം സലാം വീട്ടിയതിനു ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ വേണ്ട. ഫൈനാദാഞ്ഞി മൗമൂം ഒരു അന്തം കമ്മിയാണ്. അയാള് മടങ്ങി എവിടേക്ക് ഖിയാമിലേക്ക് എങ്ങോട്ടേനെ മടങ്ങി. എങ്ങനെ മടങ്ങി? ആലിമൻ മടങ്ങാൻ പാടില്ലാതെ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും ആമിദൻ മനഃപൂർവ്വമാണെങ്കിൽ പത്തമത്ത് സ്വലാത്തു. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. മടങ്ങിപ്പോലെ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി ഒരാൾ മടങ്ങി വരിക നമസ്കാരം മുറിക്കുക തന്നെയാണല്ലോ. അപ്പൊ നമസ്കാരം പാത്രമാവും. ഇല്ല, ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആലിമൻ ആമിദനും ആയിട്ടല്ല. പിന്നെ എങ്ങനെ ഇക്കാരം? ഞാനത് ജാഹിലൻ ഔലാസിയൻ, മടങ്ങിപ്പോരൽ ഹറാമാണെന്ന് അറിയാതെയാണ് മടങ്ങി. അതല്ലെങ്കിൽ ജമാഅത്തിലാണെന്നുള്ള കാര്യം ഓർമ്മയില്ലാതെയാണ്. അങ്ങനെയാണ് മടങ്ങിയാലോ ഫല, എന്നാ ബാത്തിനാവൊന്നുമില്ല, പക്ഷേ ഈ പോയത് എണ്ണപ്പെടൂല, അത്രേ ഉള്ളൂ. ഫലാ തുബ്തുലു സ്വലാത്തുഹു ലാകിൻ ലാ യുദ്രികു ഹാദിഹി റക്അ. അങ്ങനെ വഇല്ലാ ഫലാ, ചുരുക്കി പറഞ്ഞാ പോരാ. വഇല്ലാ ഫലാ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അല്ല മടങ്ങിയത് എങ്കിൽ ഫലാ എന്ന് പറഞ്ഞാൽ നിസ്കാരം മാത്രമല്ല, പക്ഷേ ആ റക്അത്ത് എണ്ണപ്പെടൂല, അത് വേറെ വിഷയം. ഇനി ഫലൗതയക്കനൽ ഖിറാഅത്ത, ഈ മൗമൂമിന് ഓദീനെന്നുള്ള ഉറപ്പ് തന്നെ, ഫാത്തിഹ ഓദീനെന്നുള്ള ഉറപ്പാണ്. പക്ഷെ അയാൾക്ക് സംശയം നേരിട്ട് ഫീ ഇക്മാലിഹ, മുഴുവനാക്കിയണോന്ന്. റുക്കൂ പോയതിന് ശേഷം സംശയിച്ചു കൂട്ടിക്കോളി. എന്താ സംശയം? ഞാൻ ഫാത്തിഹ ഓതിയപ്പം ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ വരെ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം വരെ എത്തിയിട്ടുള്ളൂല്ലോ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞണോ ഇല്ലേ എന്നിങ്ങനെ ഒരു സംശയം. ഫഇന്നഹു ലാ യുസിറു, ആ സംശയത്തിന് ഫലമില്ല, അത് വിട്ടാ മതി. കാരണം എന്താണ്? ഫാത്തിഹ ഓതി എന്ന് ഇയാൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, പിന്നെ റുക്കൂയിലേക്ക് പോവുകയും ചെയ്തില്ലേ. അപ്പോ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് പോകലാണ് വാഹിർ. വാഹിർ കൊള്ള നോക്കിയിട്ട് ഫാത്തിഹ പൂർത്തിയായി എന്ന് വെച്ചാൽ മതി. രണ്ടാമത് എന്താക്കേണ്ടതില്ല, തിരിച്ചുവരും വേണ്ട, പിന്നെ ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് എടുക്കുകയും വേണ്ട. കാരണം ഫാത്തിഹ ഓതി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അത് പൂർത്തിയായിരിക്കലാണ് വാഹിർ, അതുകൊണ്ട് പൂർത്തിയായി എന്ന് വെക്കാം നടത്തും. ഇനി വേറൊരു ഇതറ പറയുന്നത്, വലവിഷ്തഗല മസ്ബൂഖുൻ, ഇതുവരെ പറഞ്ഞ മുവാഫിഖിന്റെ മസലെ, മുവാഫിഖും മസ്ബൂഖും തമ്മിൽ വ്യത്യാസം ഏതാണ് അപ്പൊ അവിടെ പറഞ്ഞുതരും. വലവിഷ്തഗല മസ്ബൂഖുൻ, പിന്തി തുടർന്ന ഒരാള് ഷോലായി. ഈ മസ്ബൂഖ് എന്ന് പറയുന്ന ആർക്കാണ്? മൻ, ഒരാൾക്കാണ്. എങ്ങനത്തെ ആളാണ്? ലം യുദ്രിക്ക്, അയാള് എത്തിച്ചിട്ടില്ല മിൻ ഖിയാമിൽ ഇമാമി, ഇമാമിന്റെ നൃത്തത്തിൽ നിന്നും. എന്തെത്തിച്ചില്ല? ഖദറൻ, ഒരു സമയം എത്തിച്ചില്ല. യസഉൽ ഫാത്തിഹത്ത, ഫാത്തിഹക്ക് സൗകര്യപ്പെടുന്നത്ര സമയം കിട്ടിയില്ല. ഇയാൾ ഇമാമ് തക്ബീർ കിട്ടിയതിനു ശേഷം ഇയാളും തക്ബീർ കിട്ടി. പക്ഷെ ഇയാള് തക്ബീർ കിട്ടിയതിനു ശേഷം ഇമാമ് റുക്കൂ പോകുന്നതിന് മുമ്പുള്ള സമയത്ത്, ഖിയാമിന്റെ സമയത്ത് നിന്ന് ഒരു ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടാത്ത ആള്. ആർക്ക് കിട്ടാത്ത ആള്? ഈ ചേരാട്ടന്റെ യാത്ര ചെയ്തവർക്കല്ല, എന്നാ പിന്നെന്താ സൂപ്പർസോണിക് സ്പീഡുകാർക്കും അല്ല, മറിച്ച് ബിൻ നിസ്ബത്തി ഇലൽ ഖിറാഅത്തിൽ മുഅ്തദില, മിതമായ ഓത്തുകൊള്ള ചേർത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഇമാമിന്റെ ഖിറാഅത്തും മഅ്മൂമിന്റെ ഖിറാഅത്തും മുതവസ്സിത്തായ, വളരെ സ്പീഡിലുമല്ല വളരെ സാവകാശവുമല്ല, ഒരു മുതവസ്സിത്തായ മിതമായ നിരക്കാണ് ഇമാമും ഈ മഅ്മൂമും ഓതുന്നത് എങ്കിൽ ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് റുക്കൂ പോകുന്നതിന് മുമ്പ് മഅ്മൂമിന് ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം കിട്ടിയിട്ടില്ല, എന്നാ മസ്ബൂഖാം. അത് കിട്ടിയ മുവാഫിഖാണ്. ഇത് മൊത്തം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു മസലെ. ഒരാളെ എപ്പോഴാണ് മസ്ബൂഖായി പരിഗണിക്കപ്പെടുന്നത്, ഒരാളെ എപ്പോഴാണ് മുവാഫിഖായി പരിഗണിക്കപ്പെടുന്നത് എന്നതിന്റെ മാനദണ്ഡം ഈ ഇമാമിന്റെ ഓത്തോ ഈ മഅ്മൂമിന്റെ ഓത്തോ നോക്കിയിട്ടല്ല, മറിച്ച് ഒരു മുഅ്തദിലായ മുതവസ്സിത്തായ, വളരെ സ്പീഡിലോ വളരെ പതുക്കെയോ അല്ലാതെ
മിതമായ നിരക്ക് ഓതുന്ന സമയം ഇമാമിന്റെ കൂടെ ഇവൻ തക്ബീർ കിട്ടിയതിന് ശേഷം മിതമായ നിരക്ക് ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഓതി തീർക്കാൻ ആവശ്യമായ സമയം ഇമാം റുക്കൂൽ പോകുന്നതിന് മുമ്പ് ഈ മൗമൂമിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മുവാഫിഖ് എന്ന് പറയും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ മസ്ബൂക്ക് എന്ന് പറയും. ആണോ? ഈ മസ്ബൂക്ക് എന്ന് പറയുന്നത് ളിദ്ദുൽ മുവാഫിഖി, മുവാഫിഖിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം മൗമൂമിങ്ങൾ രണ്ടേ അടിയാണ് അർത്ഥം. ഒന്ന് മുവാഫിഖായ മൗമൂമ്, മറ്റൊന്ന് മസ്ബൂക്കായ മൗമൂമ്. മസ്ബൂക്കായ മൗമൂമ് പറഞ്ഞാൽ ഇമാമിന്റെ നൃത്തത്തിൽ നിന്നും മിതമായ നിരക്ക് ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം കിട്ടാത്ത മൗമൂമ്. അപ്പൊ മുവാഫിഖ് പറഞ്ഞാലോ മിതമായ നിരക്ക് ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് കിട്ടിയ മൗമൂമ്. അപ്പൊ ഇനി പറയാ വലൗശക്ക. ഇനിയിപ്പോ അവിടെ ഇസ്കാലോട് ഇസ്കാല് തന്നെ, എവിടെ ഇസ്കാല് തന്നെ. എന്താ വലൗശക്ക? ഒരു ചങ്ങായിക്ക് സംശയായി. എന്താ സംശയം? ഹൽ അദ്റക സമനയ സഹ. ഇമാമ് തക്ബീർ കെട്ടിയപ്പോ ഇയാള് തക്ബീർ കെട്ടിയില്ല, കുറച്ച് കഴിഞ്ഞാലേ കെട്ടിയത്. ഇപ്പോ ഇയാള് മിതമായ നിരക്ക് ഓതുകയാണെങ്കിൽ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം കിട്ടിയണോ ഇല്ലേ എന്ന സംശയം. ഇയാളാണെങ്കിൽ ഓതി കഴിഞ്ഞിട്ടില്ല. ഓതി കഴിയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലേ. ഇയാളങ്ങനെ വരുന്നത് ആ 40-35 സ്പീഡിലാണ്. മനസ്സിലായില്ലേ? എന്നാൽ അവിടെ തഖല്ലഫ, ഈ മൗമൂമ് പിന്തി നിൽക്കണം. ലി ഇത്മാമിയ, ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി പിന്തി നിൽക്കണം. അത് വുജൂബാണ്. അതോടുകൂടി വലായുദ്രിക്കു റക്കാത്ത, ഇയാൾക്ക് ആ റക്കാത്തൊട്ട് കിട്ടുകയില്ല. അപ്പം മാലം യുദ്രിക്കുഹു, ഇമാമിനെ അയാൾ എത്തിച്ചിട്ടില്ലെങ്കിൽ റുക്കൂയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇയാള് അവിടെ നിന്ന് ഓതണം. എന്നിട്ട് ഇമാം റുക്കൂയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഓതി പൂർത്തിയാക്കി ഇമാമിന്റെ കൂടെ റുക്കൂ എത്തിച്ചാൽ ഇയാൾക്ക് റക്കാത്ത് കിട്ടും. അതേ സമയത്ത് ഇയാൾ അവിടെ നിന്ന് ഓതി പക്ഷേ പൂർത്തിയാവുന്നതിന് മുമ്പ് ഇമാമ് റുക്കൂയിൽ നിന്ന് ഉയർന്ന സമയം അല്ലാഹു പറഞ്ഞാലോ അപ്പോ ഇയാൾക്ക് റക്കാത്ത് കിട്ടൂല. ഇനി തുടർന്ന് ഓതല്ല വേണ്ടേ, അയാൾ ഇമാമിന്റെ കൂടെ പോവുക വേണ്ടേ. അപ്പൊ ആ റക്കാത്ത് അയാൾക്ക് നഷ്ടപ്പെടും. അപ്പൊ ഇയാളുടെ ഈ സംശയം പോലെ തന്നെ ഒരു ഭാഗത്ത് ഇയാൾക്ക് മസ്ബൂഖിന് ഹുക്ം കൊടുത്തു, മറ്റേ ഭാഗത്ത് ഇയാൾക്ക് മുവാഫിഖിന് ഹുക്ം കൊടുത്തു. അതെന്താ? മസ്ബൂഖിന് ഹുക്ം കൊടുത്ത് റുക്കൂ ഇമാമിന്റെ കൂടെ കിട്ടിയെങ്കിലേ റക്കാത്ത് കിട്ടുള്ളൂ എന്നുള്ള വിഷയത്തിൽ ഇയാൾ മസ്ബൂഖിനെ പോലെയാണ്. എന്നാൽ ഇയാള് ഫാത്തിഹ മുഴുവനായി അവിടെ നിന്ന് ഓതണം എന്ന് പറഞ്ഞതോ മുവാഫിഖിന് ഹുക്മുമാണ്. മസ്ബൂഖിന് പിന്നെ ഇമാം റുക്കൂ പോകുമ്പോൾ ഫാത്തിഹ ഓതാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇയാളുടെ സ്വഭാവം അതാണ്. ഇയാൾ മസ്ബൂഖാണോ എന്ന് ഉറപ്പില്ല, മുവാഫിഖാണോ എന്ന് ഉറപ്പില്ല, സംശയമല്ലേ. അപ്പം മുവാഫിഖാണോ മസ്ബൂഖാണോ എന്ന് സംശയമുള്ളടത്ത് അവന്റെ സംശയം പോലെ തന്നെ അവനോട് പെരുമാറുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ മുഴുവൻ ഓതണം എന്ന വിഷയത്തിൽ അവൻ മുവാഫിഖിന്റെ വിധി അവിടെ നിന്ന് ഓതിക്കൊള്ളണം. എന്നാൽ റക്കാത്ത് കിട്ടുന്നിടത്ത് മസ്ബൂഖിന് ഹുക്മാണ്. ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയെങ്കിലേ റക്കാത്ത് കിട്ടുള്ളൂ. അപ്പൊ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ എത്തിയാൽ കുഴപ്പമൊന്നുമില്ല. ഫാത്തിഹ ഓതി തീർത്തുകയാണ് ഇമാം റുക്കൂയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് റുക്കൂയിൽ എത്തി, ഓക്കെ, റക്കാത്ത് കിട്ടി, കുഴപ്പമൊന്നുമില്ല. ഇമാമ് റുക്കൂലിന് ഇത്തിദാലിലേക്ക് വന്നുപോയി ഫാത്തിഹ പൂർത്തിയായ പോക്ക്. എന്നാൽ ഇനി അയാൾ റുക്കൂ പോകാൻ പാടില്ല, ആ റക്കാത്ത് അയാൾക്കൊട്ട് കിട്ടൂല, അവസാനം റക്കാത്ത് സ്കരിച്ചോളൂ. ഏതായാലും വിഷയം അതല്ല, മസ്ബൂഖ് ആരാണ് എന്ന് പറയലാണ്. മസ്ബൂഖ് പറഞ്ഞാൽ മുഅ്തദിലായ നിരക്ക് ഓതിയാൽ ഇമാമിന്റെ കൂടെ ഇമാം റുക്കൂ പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത വ്യക്തി, അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ ഉടനെ ഫാത്തിഹയിൽ പ്രവേശിക്കാൻ വേണ്ട അഊദ് പോലും ഓതാൻ പാടില്ല, വജ്ജത്ത് ഓതാൻ പാടില്ല, അഊദ് ഓതാൻ പാടില്ല, ഒക്കെ അതാണ് അയാളുടെ നിയമം. അയാൾ നേരെ തക്ബീർ കിട്ടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ മസ്ബൂഖ് ചെയ്യേണ്ടത്. അത് എല്ലാ മസ്ബൂഖീങ്ങളും ശ്രദ്ധിക്കുക. മസ്ബൂഖായി തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ വജ്ജത്ത് ഓതലോ അഊദ് ഓതലോ പാടില്ല, നേരെ ബിസ്മി ഓതി ഫാത്തിഹയിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. ആ സ്ഥാനത്ത് ഈ മസ്ബൂഖ് ഒരു സുന്നത്തുമായിട്ട് ഷോലായി. ഏതുപോലൊക്കെ തഅവൂദിൻ അഊദ് ഓതി അത് ഒരു സുന്നത്താണല്ലോ, പക്ഷെ അയാൾക്ക് സുന്നത്തല്ല. പണ്ട് എപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം, ചില കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാകാത്തതുകൊണ്ട് വരുന്ന സംശയം. അഊദ് ഓതൽ സുന്നത്ത് തന്നെ, അയാൾക്ക് സുന്നത്ത് എന്നല്ല, അയാൾക്കത് ഹറാമാണ്. അയാൾക്ക് അവിടെ സുന്നത്തൊന്നുമില്ല. കാരണം മസ്ബൂഖിന്റെ മേൽ വുജൂബാണ് എന്ത്? ഫാത്തിഹ നേരിട്ട് തുടങ്ങൽ. അപ്പോ അഊദ് ഓതലും അതുപോലെ തന്നെ വജ്ജത്ത് ഓതലും പാടില്ല അയാൾക്ക്. അപ്പൊ പിന്നെ സുന്നത്ത് വെച്ച് ചോദാകാരണം മറ്റുള്ളവർക്ക് സുന്നത്തായത് എന്ന്.
സാധാരണ നാഫിക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വജ്ജത്ത് ഓതലും സുന്നത്തുണ്ട്, ബിസ്മി ഓതലും സുന്നത്തുണ്ട്. അല്ല, ബിസ്മി അല്ല, അഴുത് ഓതലും സുന്നത്തുണ്ട്. പക്ഷെ മസ്ബൂഖിന് ഇത് രണ്ടും സുന്നത്തില്ലാന്ന്. അപ്പൊ മറ്റുള്ളവരെക്കുള്ള നോക്കിയിട്ട് ശരാശരി നോക്കുമ്പോ സുന്നത്താ, പക്ഷെ ഇയാൾക്ക് സുന്നത്തല്ല. ഏതുപോലെ വെച്ചാൽ ഫർദസ്കാരം കളാവുള്ളോ തറാവീകരിക്കും പോലെ. സുന്നത്തുകാരല്ലേ? ആർക്ക് സുന്നത്ത്? ഫർദ് കളാ ഇല്ലാത്തവർക്ക് സുന്നത്ത്. ഹൗ, അപ്പം റമദാൻ മാസത്തിൽ എത്ര പുണ്യം അയാൾക്ക് നഷ്ടപ്പെടൂ? ഖുർആൻ ഓതാൻ റമദാനിൽ ഒരു ഖത്തം തന്നെ നിങ്ങൾ തീർക്കണ്ടേ? ആ സമയത്ത് നിസ്കരിക്കുക വേണ്ട, തറാവി നിസ്കരിക്കണം, ആ സമയത്തും ഫർദ് കളാ വിട്ടുകണ്ട്. അപ്പൊ ഇയാൾക്ക് സുന്നത്ത് കിട്ടണ്ടേ? ആർക്കയാൾക്ക് സുന്നത്ത് ഉണ്ടെങ്കിലല്ലേ സുന്നത്ത് കിട്ടണത്? എന്നതുപോലെ മസ്ബൂക്കിന് അഴുതു സുന്നത്തില്ലേ? ഹറാമാണ്. മസ്ബൂക്കിന് വജ്ജത്ത് സുന്നത്തില്ല, ഹറാമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് സുന്നത്തായ അഴുതു വജ്ജത്ത് പോലെയുള്ള കാര്യവുമായിട്ട് ഈ മുവാഫിഖ് ഷോലായി. യഥാർത്ഥത്തിൽ അയാൾ ഷോലാൻ പാടില്ല, അത് വേറെ വിഷയമാണ്. അയാൾ നേരെ ഫാത്തിഹയിൽ പ്രവേശിക്കൽ ഉജൂബാ. അതല്ലെങ്കിൽ ഔലം യഷ്തഗിൽ ബിശൈഇൻ, ഇയാള് അഴുതുമായിട്ടും ഷോലായില്ല, വജ്ജത്തുമായിട്ടും ഷോലായില്ല, ഒന്നുമായിട്ടും ഷോലായില്ല. പിന്നെ യാൻസക്കത്ത സമനൻ ബഅദ തഹറുമിഹി വഖബ്ല ഖിറാഅത്തിഹി, തക്ബീറത്തിലേറാൻ കെട്ടി ഖുർആൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറെ നേരം ഇങ്ങനെ മുണ്ടാതെ അന്തം വിട്ടു നിന്നു. മസ്ബൂഖാണെന്ന് ഇയാൾക്കറിയാം. മസ്ബൂഖാണ് അറിഞ്ഞുകൊണ്ട് തക്ബീർ കിട്ടിയ ബേം ഫാത്തിഹ തുടങ്ങിയല്ലാതെ ഒന്നിരിക്കലും അഴുതു തോന്നി, അല്ലെങ്കിൽ വജ്ജത്ത് തോന്നി, അതല്ലെങ്കിൽ ഉണ്ടാകുന്നു. എന്തായാലും വഹുവാലിമുൻ, ഏതൊക്കെ മസ്ബൂഖിന് അറിയാം, ബിഅന്ന വാജിബഹു, മസ്ബൂഖായ തന്റെ മേൽ വുജൂബായത് അൽ ഫാത്തിഹത്തു, ഫാത്തിഹയാണ് എന്നയാൾക്കറിയാം. മസ്ബൂഖ് തക്ബീറത്തുൽ കെട്ടിയാൽ നേരെ ബിസ്മി ചൊല്ലി ഫാത്തിഹയിൽ പ്രവേശിക്കൽ വുജൂബാണ് എന്ന് അറിയാം. അറിഞ്ഞുകൊണ്ടൊന്നിരിക്കൽ അഴുതും വജ്ജത്തുമായിട്ട് ബന്ധപ്പെട്ടു, അതല്ലെങ്കിൽ സുക്കൂത്തായി, അതല്ലെങ്കിൽ ഇമാമി വെറുതെ സുക്കൂത്തായതല്ല, ഇമാമ് നല്ല ഓത്താണ്, ആ ഓത്ത് കേട്ടു നിന്നു. ഇത് ചെയ്യാൻ പാടില്ല, സംഗതി അങ്ങ് സംഭവിച്ചു പോയി. എന്നാൽ ആ മസ്ബൂഖ് എന്ത് വേണം? അവൻ ഓതണം, വുജൂബൻ നിർബന്ധമായിട്ട് ഓതിക്കൊള്ളണം. മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്നും ഓതിക്കൊള്ളണം. ബഅദ റുക്കൂഇൽ ഇമാമി, ഇമാം റുക്കൂയിൽ പോയതിനു ശേഷം ഓതിക്കൊള്ളണം. എത്ര ഓതണം എന്ന് പറയുന്നത് ഖദറഹാം. ഇവിടെ ഓതിക്കൊള്ളണം എന്ന് പറഞ്ഞ വിഷയത്തിൽ സവാഉൻ അരിമ, ഈ മസ്ബൂഖിന് അറിയട്ടെ, അന്നഹു യുദ്രിക്കുൽ ഇമാമ ഖബല റഫഇഹി മിൻ സുജൂദിഹി, ഇമാമിന്റെ രണ്ടാമത്തെ സുജൂദിൽ നിന്നും തല ഉയർത്തുന്നതിന്റെ മുമ്പ് ഇമാമിനെത്തിക്കുന്ന ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂയിലേക്ക് എത്താൻ കഴിയുമെന്ന് അറിഞ്ഞാലും കണക്കാണ്, അംല അങ്ങനെ അറിയാതിരുന്നാലും കണക്കാണ് എന്നാണ് അൽ-ഔജുഹി. അതാണ് മുഅ്തമദ്. അതായത് ഈ മസ്ബൂക്ക് സുന്നത്തുമായി ഷോലായതോ അല്ലെങ്കിൽ സുക്കൂത്ത് ചെയ്തതോ ആയ സമയം അത്രയും സമയം ഫാത്തിഹയുമായി ഷോലാണം. ഇത്രയും സമയം ഫാത്തിഹ കൊണ്ട് ഷോലാവുമ്പോഴേക്ക് ഇമാമ് വളരെ സ്പീഡ് കൂടിയ ആളാണ്. ഈ ഇമാമിന്റെ ഇത്തിദാലും റുക്കൂലും സുജൂദും ഒക്കെ മിന്നൽ വേഗത്തിലാണ്. നമ്മളെ വടക്കുണ്ട് ഇനി പണ്ട് മോല്യാരിട്ടികൾ തറാവീൻ ഇമാമക്കല്, ആലൂരിന് ഓർമ്മ ഉണ്ടോ അറിഞ്ഞില്ല. ഞാനൊക്കെ ഓതാൻ പോണ കാലത്ത് ഞാൻ പടന്നേൽ ഓതീനി വണ്ട്. അന്നൊക്കെ അവിടെ ഉണ്ട് ചില മോല്യാരിട്ടികള് പെണ്ണുങ്ങൾക്ക് തറാവീൻ ഇമാമുക്കുക, നിക്കാരപ്പള്ളിയിൽ ഒരു ഇമാമും നിൽക്കും. അപ്പൊ ആദ്യം ഇശാ നിസ്കരിച്ച് നിക്കാരപ്പള്ളിയിൽ നിന്ന് തറാവിയും വിത്റും 23 റക്അത്ത് തറാവിയും വിത്റും നിസ്കരിച്ചിട്ട് ഒരു വീട്ടിൽ പോവും. ആ വീട്ടിൽ നിന്ന് പിന്നെ തറാവിയും വിത്റും നിസ്കരിക്കും. എന്നിട്ട് പിന്നെ വേറൊരു വീട്ടിൽ പോവും. ആ വീട്ടിൽ നിന്നും തറാവിയും വിത്റും നിസ്കരിക്കും. ആ പെണ്ണുങ്ങൾക്ക് ഇഞ്ഞ് ഊരക്കൊണക്കെട് എന്ന് പറയുന്ന ഒരു കൊണക്കെട് മരണം വരെ ഉണ്ടാവില്ല. കാരണം എന്താ? ഈ 69 റക്അത്ത് നിസ്കരിച്ചത് 3/4 മണിക്കൂറോടേക്ക് അറിയും മോജാട്ടി. പള്ളിക്കൊന്നും 2 പേരും കൂടി ഈ 69 റക്അത്ത് നിസ്കരിച്ചത് ആകെ 3/4 മണിക്കൂർ കൊണ്ടേക്കാരം. അപ്പം എന്ത് സ്പീഡാണത് എന്ന് അള്ളാഹ്ക്കല്ലാതെ പറയാൻ കഴിയില്ല. അങ്ങോട്ട് പോകണേ.
അതിന്റെ മസരൊന്നും ഞാൻ ചോദിച്ചിങ്ങോട്ട് വരണം കേട്ടോ. അതൊക്കെ അന്ധകാലത്ത് ഉണ്ടായിരുന്ന ചില നടപടിക്രമങ്ങളാണ്. ഇപ്പൊ അതൊന്നും ഉണ്ടാവൂല. ഇപ്പത്തെ അറിയില്ല എന്താ കഥ, ഇപ്പൊ ഉണ്ടാവൂല. ഏതായാലും ആട്ടെ, ഇങ്ങനത്തെ ആളാണ്. അപ്പൊ ഇയാള് ഫാത്തിഹ ഓതി പൂർത്തിയാക്കുമ്പോഴത്തെ ഇമാമിനെ റുക്കുവും കഴിഞ്ഞ് ഇത്തിദാലും കഴിഞ്ഞ് സുജൂദും കഴിഞ്ഞ് ഇടയിലെഴുത്തും കഴിഞ്ഞ് രണ്ടാം സുജൂദും കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വരും എന്ന് അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ സുന്നത്തുമായി ഷോലായ സമയം എത്രയുണ്ടോ, അല്ലെങ്കിൽ സുക്കൂത്ത് കൊണ്ട് നഷ്ടപ്പെടുത്തിയ സമയം എത്ര ഉണ്ടോ അത്രയും സമയം ഫാത്തിഹ ഓതാൻ വേണ്ടി പിന്തി നിൽക്കൽ വുജൂബാണ്. വുജൂബൻ ഖദറഹ. ആ സുന്നത്തുമായി ഷോലായ അല്ലെങ്കിൽ സുക്കൂത്തായ അത്രയും സമയം. ഖദറഹ ഹുറൂഫൻ, സുന്നത്തുമായി ഷോലാവുമ്പോൾ അതിന്റെ ഹർഫ് ഉണ്ടാവും, അത്രയും ഹർഫ്. ഫി വന്നി, അതെങ്ങനെ ഇപ്പൊ എഴുതി കൂട്ടാൻ കഴിയുമോ എന്ന് വെച്ചാൽ കുഴപ്പത്തു തന്നെ ഉണ്ടായാൽ മതി. ഔ ഖദറ സമനിൻ മിൻ സുക്കൂത്തിഹി, അതല്ലെങ്കിൽ ഓതിയോടത്തല്ലേ ഇപ്പൊ ഹർഫ് ഉണ്ടാവുള്ളൂ, ഓതാതെ ഉണ്ടാതെന്നോർത്തോ ഒന്നിരിക്കലും ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടുന്നു അല്ലെങ്കിൽ വെറും സുക്കൂത്തായി, അവിടെ എത്ര സമയം ഉപയോഗപ്പെടുത്തിയോ അത്രയും സമയം. ഇത്രയും സമയം ഫാത്തിഹയുമായി ഷോലായിക്കൊണ്ട് പോകൽ വുജൂബാണ്. പക്ഷെ ഉദ്റുണ്ട്, ഉദ്റുള്ളത് കൊണ്ട് 3 ദീർഘമായ ഫർദ് വരെ പിന്താൻ അനുവദിക്കപ്പെടും. അതിന്റെ കാരണം എന്താ? ലി തഖ്സീരിഹി, ഈ മസ്ബൂഖ് വീഴ്ച വരുത്തി, ലിബിഉദൂലിഹി, അവൻ എന്ത് വീഴ്ച വരുത്തി? അവൻ തെറ്റിലുകൊണ്ട്, അൻ ഫർദിൻ, അവന്റെ ഫർദായ ഫാത്തിഹ ഓതുന്നതിനെ തൊട്ട് തെറ്റി, ഇലാ ഗൈരിഹി, മറ്റൊന്നുകൊള്ളെ, അഊദു വജ്ജത്തു, ഇമാമിന്റെ ഖിറാഅത്തിന്റെ ഇസ്തിമാഅ് തുടങ്ങിയ മറ്റു കാര്യങ്ങളിലേക്ക് ഈ സമയം വിനിയോഗിച്ചത് കൊണ്ട് അവന്റെ അടുക്കൽ വീഴ്ചയുണ്ട്. ആ വീഴ്ച ഉള്ളത് കാരണം അവൻ ആ സമയത്തെ ഖിറാഅത്ത് പരിഹരിക്കുകയും 3 ദീർഘമായ ഫർദ് വരെ പിന്തുകയും ആവാം. അതിനേക്കാൾ കൂടുതൽ പിന്തിയാൽ ഒന്നിരിക്കൽ ഇമാമിനോട് മുവാഫഖത്ത് ചെയ്യുക, അല്ലെങ്കിൽ മുഫാറഖത്ത് ചെയ്യുക, രണ്ടും ചെയ്യാ ബാത്തിലാവും. അത് അവഴുതിറ, അവിടെ ഈ മസ്ബൂഖിന് ഉദ്ർ നൽകപ്പെടും. സുന്നത്തിൻ, സുന്നത്തിന് വേണ്ടിയിട്ട് ഇവിടെ പിന്തിയവന് ഉദ്ർ നൽകപ്പെടുകയും ചെയ്യും. ഏതുപോലെ കബുത്തയിൽ ഖിറാഅത്തി, പണ്ട് ഓത്ത് സാവകാശമായ ആൾക്ക് ഉദ്റാണെന്നും, മുവാഫിഖാണ് അവിടെ, മുവാഫിഖായ ഓത്ത് പിന്തിയ ആൾക്ക് ഉദ്റാണെന്നും ദീർഘമായ 4 ഫർദ് വരെ പിന്തി നിൽക്കൽ ജായിസാണ് എന്നും പറഞ്ഞല്ലോ മുത്തൂൽ ഖിറാഅത്തിന്റെ അവിടെ. എന്നതുപോലെ ഈ മസ്ബൂക്ക് അയാൾ അങ്ങനെ അറിയാതെ തനിക്ക് വാജിബായ ഖിറാഅത്തിനെ വിട്ട് വജ്ജത്തു അഊദു പോലെയുള്ള സുന്നത്തിലോ ഇമാമിന്റെ ഖിറാഅത്ത് പോലെയുള്ള സുന്നത്തിലോ ഷോലായാൽ അതറിയാതെ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഉദ്റുണ്ടെന്നും അവൻ പിന്തി നിന്നുകൊണ്ട് ഓതിയിട്ട് 3 ദീർഘമായ ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താതിരുന്നാൽ പിന്നിൽ തുടർന്നു പോയാലും മതി എന്നാണ് അലാമാ ഖാലഹു ഷെയ്ഖുനായിലെ ഖിലാഫുണ്ട്. ഷെയ്ഖുന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത് അവിടെ ഉദ്റുണ്ട്, ബുത്തൂൽ ഖിറാഅത്ത് പോലെയാണ്, പിന്തി നിൽക്കാം, ദീർഘമായ 3 ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താതിരുന്നാൽ മദീൻ. കൽ ബഗ്വി, ഇമാം ബഗ്വി തങ്ങളും അങ്ങനെയാണ് പറഞ്ഞ. ഷെയ്ഖുനല്ലോ കമാ ഖാലോ ഷെയ്ഖാനിയ വെച്ചു ഏതാ വായത്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഇമാം നവവി റഹ്മത്തുള്ളാ തങ്ങളും ഇമാം റാഫി റഹ്മത്തുള്ളാ തങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ കൽ ബഗ്വി, അസ്ഹാബിമാരിൽപ്പെട്ട ഇമാം ബഗ്വി തങ്ങളുടെ ഖൗലും അങ്ങനെ തന്നെയാണ്. ബഗ്വി ഇമാം അസ്ഹാബിൽപ്പെട്ട ആളാ. ഇമാം ബഗ്വി തങ്ങളും അതുപോലെ തന്നെ ഷെയ്ഖാനിയാവുന്ന ഇമാം നവവി തങ്ങളും ഇമാം റാഫി തങ്ങളും റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ പറഞ്ഞതനുസരിച്ച് ഈ മസ്ബൂക്കിന് ഉദ്റുണ്ടെന്നും അതുകൊണ്ട് തന്നെ ദീർഘമായ 3 ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താത്ത കാലത്തോളം അയാൾ ഫാത്തിഹ പൂർത്തിയാക്കി പിന്നിൽ പോയാൽ മതിയും എന്നുമാണ്. ഫയതഖല്ലഫു, അപ്പം ദീർഘമായ 3 ഫർദ് വരെ അയാൾക്ക് പിന്താം. വയുദ്രിക്കു റകഅത, ആ റകഅത്ത് അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. എപ്പോ? മാലം യുസ്ബഖ് ബി അക്സറ മിൻ സലാസതി അർക്കാനിൻ, ദീർഘമായ 3 ഫർദിനേക്കാൾ അധികരിച്ചത് കൊണ്ട് ഇയാൾ പിന്താതെ വന്നാൽ മതി. അപ്പൊ ഉദ്റുള്ള കൂട്ടത്തിലാണ് ഈ മസ്ബൂഖിനെ എണ്ണുന്നത് ഷെയ്ഖാനിന്റെയും ബഗ്വി ഇമാം തങ്ങളുടെയും അഭിപ്രായം അനുസരിച്ച്. എന്നാൽ ഇവിടെ ഖിലാഫുണ്ട്. പക്ഷെ മുഅ്തമദ് അത് തന്നെയാണ്, ഷെയ്ഖാനി പറഞ്ഞ അത് തന്നെയാണ് മുഅ്തമദ്. എന്നാൽ ഇവിടെ ഖിലാഫുണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഖിലാഫല്ലി മുഅ്തമദഹു ജമ്മു മുഹഖിഖൂന, മുഹഖിഖീങ്ങളായ ഏതാനും ചില ഇമാമിയങ്ങൾ പറഞ്ഞത് ഇതിനെതിരാണ്. എന്താണ്? മിൻ കൗനിഹി, ഈ മസ്ബൂഖ് ഗൈറു മഅ്ദൂരിൻ, അയാൾക്ക് ഉദ്റില്ല.
എന്താ കാരണം? ലി തഖ്സീരിഹി, അയാള് വീഴ്ച വരുത്തിയിട്ടുണ്ടല്ലോ. ബിൽഉദൂൽ മദ്കൂരി, അയാളുടെ മേൽ ഫർള് ഫാത്തിഹ നേരിട്ട് തുടങ്ങലായിരുന്നു. ആ ഫർളായ ഫാത്തിഹ നേരിട്ട് തുടങ്ങുന്നതിൽ നിന്നിട്ട് തെറ്റി അഊദു വജ്ജതു അല്ലെങ്കിൽ ഇമാമിന്റെ ഖിറാഅത്തിൽ ഇസ്തിമായി തുടങ്ങിയതിലേക്ക് തെറ്റിയത് കൊണ്ട് അയാൾക്ക് ഉദ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ആദ്യം പറഞ്ഞത് തന്നെയാണ് മദ്ഹബിൽ മുഅ്തമദ്. വജസമ ബിഹി ശൈഖുന, എന്നാൽ ശൈഖുന ഈ പറഞ്ഞ ജമ്മു മുഹഖിഖീങ്ങളുടെ ഖൗലിനെ ജസ്മ ചെയ്തു എന്ന് പറയുന്നത് ജസ്മ ചെയ്തൊക്കെയല്ല, ഒരു ഇഹ്തിമാലുണ്ട്. ആ ഇഹ്തിമാലിൽ അതിലെയാണ് മൂപ്പര് കൂടുതൽ തർജീഹ് ചെയ്തതായി തോന്നുന്നത് എന്നർത്ഥം. ഫീ ശറഹുൽ മിൻഹാജ് തന്റെ തുഹ്ഫയിലും വഫതാവാഹു അല്ലെങ്കിൽ വഫതാവീഹി രണ്ടും വായിക്കാൻ മുമ്പ് ഒരിക്കൽ ഉണർത്തിയതുപോലെ രണ്ട് നിലക്കും വായിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. വബിൽ ഫഅല വൽ ഫഅലി ജുമിഅ എന്ന് പറഞ്ഞപ്പെട്ടതാണ് ആരൂര്. അത് ഫതാവാഹു എന്നും വായിക്ക, ഫതാവീഹി എന്നും വായിക്ക, രണ്ടാരും എഴുതൽ അങ്ങനെ തന്നെ കണ്ടോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ ഫതാവയിലും തുഹ്ഫയിലും രണ്ടും പറഞ്ഞത് ഈ ജമ്മിന്റെ ഖൗലിനെ മുൻഗണ എടുത്തുകൊണ്ടാണ്. ഫഅല്ലവലിയാനി വഅലാ ലുസൂമി ഖിറാഅത്തി ഖദ്രി സുന്നത്തി മതാറക ഖബ്ല വഫാഇ മാ ലസിമഹു വത്റതു സ്വലാത്തുഹു ഇൻ അലിമ വതഅമ്മദ കമാ ഹുവ ളാഹിർ വഇല്ലാ ലം യുഅത്തദ ബിമാ ഫഅലഹു മതാറക വമുതഖല്ലിഫുൻ മാ ലസിമഹു വഖാമ മിന الركوع فاتته الركعه بناء انه متخلف بغير عذر ومن عبر بعذره فعبارته مؤولا എന്നിങ്ങനെ തുഹ്ഫയിൽ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതാവും സുമ്മഖാല തുഹ്ഫയിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാ മൻ അബ്ബറ ബിഉദ്രിഹി, ഇപ്പൊ ശൈഖാനി ഉൾപ്പെടെ ഇമാം ബഗവി മുതൽ ഈ പറഞ്ഞ മസ്ബൂഖിന് ഉസ്റുണ്ടെന്ന് പറഞ്ഞവര് ഫഇബാറത്തുഹു മുഅവ്വല, അവരുടെ ഇബാറത്തിനെ തവീൽ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രണ്ട് ഫർള് കൊണ്ട് അധികരിക്കാത്ത നിലക്ക് വേണമെങ്കിൽ പിന്താം എന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ത്വീലായ 3 ഫർള് കൊണ്ട് പിന്താം എന്ന് അതിനർത്ഥം വരില്ല എന്ന്. അവിടെ നിന്നോട്ട് അവിടെ കുറച്ചൊരു പ്രയാസമുള്ള ഭാഗമാണ്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ നോക്കാം. ഇപ്പൊ ലാസ്റ്റ് വെച്ച് കണ്ടാ പൂർത്തിയാക്കാൻ നിന്നാലേ പിന്നെ അതിൽ ഇഷ്കാലും സംശയം ഒക്കെ ബാക്കി വരും. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നാളെ പൂർത്തിയാക്കാം.